ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. 2 ചാപ്റ്റേഴ്സ് എടുത്ത് ആദ്യം മുതൽ റീക്യാപ്പ് ചെയ്യാം കേട്ടോ. പുറത്തു പോകാം. കണ്ടന്റ് ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ കാര്യമില്ല അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? സൊല്യൂഷൻ. ടോട്ടൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 10 അല്ലെ. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻ അല്ലെ. സൊല്യൂഷൻ. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരി. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചാപ്റ്റേഴ്സ് സ്ലോ ആൻഡ് സ്റ്റഡി, പക്ഷെ ആദ്യം സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം എല്ലാ ചാപ്റ്റേഴ്സിന്റെ കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ. ആ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? മെയിൻ കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. അതിലെന്തൊക്കെ വരുന്നുണ്ട്? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കി ഏതൊക്കെയുണ്ട്? മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, ppm, പാർട്സ് പെർ മില്യൺ. പക്ഷെ ആദ്യത്തെ 3 നന്നായിട്ട് അറിഞ്ഞു വെക്കണം. കാരണം ആ ചാപ്റ്ററിൽ മെയിൻ ഇക്വേഷൻസ് എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആണ്. ആരൊക്കെയാണ്? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഓർത്ത് നോക്കുക. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു? സോലുബിലിറ്റി ആണ്. സോലുബിലിറ്റി ഇൻ ഏതൊക്കെയായിരുന്നു? സോളിഡ് ആൻഡ് സോലുബിലിറ്റി, സോളിഡ് ഇൻ ലിക്വിഡ് ആൻഡ് എന്തായിരുന്നു? ഗ്യാസ് ഇൻ ലിക്വിഡ്. അതില് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. അവിടെ വരുന്നതാണ് ഹെൻറീസ് ലോ, റൗൾസ് ലോ. അപ്പൊ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഓർത്തു നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. സെക്കൻഡ് ടോപ്പിക് എന്തായിരിക്കണം? ഹെൻറീസ് ലോ ആൻഡ് റൗൾസ് ലോ. ഓർത്തിരിക്കുമ്പോൾ കേട്ടോ, ഓർത്തു നോക്കാം. ദെൻ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഐഡിയൽ സൊല്യൂഷൻ അല്ലെ. സൊല്യൂഷൻ ഓഫ് റൗൾസ് ലോ എന്ന് പറയുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അതിൽ തന്നെ ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞാൽ സിയോട്രോപ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു പാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജിന്റെ 60 to 70% ഉറപ്പായിട്ടും ചോദിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. അതിന്റെ മാത്സ് തന്നെയാണ് കേട്ടോ. ഓർത്തോ, ഷുവർ ക്വസ്റ്റൻ ആണ്. അപ്പോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് 4 ടൈപ്പ്. ഏതൊക്കെയായിരിക്കും? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ എന്തായിരുന്നു? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ദെൻ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഓസ്മോട്ടിക് പ്രഷർ. അങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വിത്ത് ഇക്വേഷൻ. അതിന്റെ ഇക്വേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് ആണ് അബ്നോർമൽ മോളിക്കുലർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ, ഐ എന്ന് പറയുന്ന ഫാക്ടർ, അതിന്റെ ഇക്വേഷൻസ്. ദെൻ ഇത്രയാകുമ്പോൾ ആ ചാപ്റ്ററിന്റെ മെയിൻ ഹെഡിങ്സ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് അറിയും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് ചാപ്റ്റർ ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എന്തായാലും ആദ്യ ടോപ്പിക്സ് എന്താണ് എന്ന് നെറ്റ്സെല്ല് ക്ലിയർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ ഒറ്റ ത്രെഡിൽ കിട്ടണം, ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾ മെമ്മറിയിൽ അത് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. എന്നിട്ടേ പുതിയ ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് നമ്മൾ തുടങ്ങി വെച്ചു, അത് കണ്ടിന്യൂ ചെയ്ത് പോവുള്ളൂ, അല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരി. അതിൽ എന്തൊക്കെ മെയിൻ ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളതാണ്. ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരി എന്തൊക്കെയായിരുന്നു? ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോരിയിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെ. ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെ എന്തൊക്കെയാ? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ അല്ലെ. ഓർത്തു വെക്കാം. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ആ പേര് കേൾക്കുമ്പോൾ എക്സാമ്പിൾ ഓർണമെങ്കിലും ഓർത്തു വെക്കണം. അതിന്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട, എക്സാമ്പിൾ എനിക്ക് ഒരെണ്ണം കിട്ടും, ആ രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കണം. ദെൻ നെക്സ്റ്റ് അടുത്ത് വരുന്ന എന്താണ്? പ്രിപ്പറേഷൻ കേട്ടോ. ഈ എല്ലാ ചാപ്റ്ററിലും ഒരേ സ്റ്റൈലാണ്. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീനിൽ എന്തൊക്കെയാ വന്നേക്കുന്നത്? ഫസ്റ്റ് ഏതായിരുന്നു? ഫ്രം ആൽക്കഹോൾ. സെക്കൻഡ് ഹെഡിങ് വരുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺ അല്ലെ. അതിനകത്തുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രം ഹൈഡ്രോ കാർബൺ. തേർഡ് വരുന്നത് ഇന്റർ ഹാലജൻ എക്സ്ചേഞ്ച്. ഓർത്തു നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻ അല്ലെ. എന്തൊക്കെയാ ഫിസിക്കൽ പ്രോപ്പർട്ടി വരുന്നത്? ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, സോലുബിലിറ്റി ഉണ്ടോ, ഓർത്തു നോക്കാം. ഡെൻസിറ്റി, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ 3 മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക, ഓർത്തു നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പോ എന്തൊക്കെയായിരുന്നു? ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി. അത് കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും? കെമിക്കൽ പ്രോപ്പർട്ടി. അതാണ് ആ ചാപ്റ്ററിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഏരിയാസ് വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വരുന്നത് എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ ഏതൊക്കെ വന്നു? SN1 ആൻഡ് SN2 മെക്കാനിസം അല്ലെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റീരിയോ ഐസോമറിസം. അതിൽ കുറച്ച് ടേം ഒക്കെ വന്നു, ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ ടേം? ഒപ്റ്റിക്കൽ ഐസോമറിസത്തില്
ഡെക്സ്ട്രോ ആൻഡ് ലീവോ അല്ലെ. അത് കഴിഞ്ഞിട്ട് കൈറാലിറ്റി, പിന്നെന്തായിരുന്നു എനാൻഷ്യോമർ, പിന്നെന്തായിരുന്നു റെസിമിക് മിക്സർ. പിന്നെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, ഒരെണ്ണം റിട്ടൻഷൻ അല്ലെ. ഓർത്ത് നോക്കാം, ഇത്രയും ടോപ്പിക് അതിന്റെ ഉള്ളിൽ വരുന്ന സബ് ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെന്തായിരുന്നു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ടാണ് അല്ലെ സേറ്റ് സേവ് റൂൾ ഒക്കെ വരുന്നത്, അതിൽ അതാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രിഗിനാൽ റിയേജന്റ്. ഗ്രിഗിനാൽ റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനോ മെറ്റാലിക് കോംപ്ലക്സ് എന്ന് പറയുന്ന ഗ്രിഗിനാൽ റിയേജന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് എന്തായിരുന്നു റിയാക്ഷൻ വിത്ത് മെറ്റൽ, അതാണ് ഗ്രിഗിനാൽ റിയേജന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ആ ഒരു ഏരിയ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഹാലോ അരീൻ. എന്താ വരുന്നത് ഹാലോ അരീൻ. ഹാലോ അരീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതാണ്. എന്തൊക്കെയായിരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്? നൈട്രേഷൻ, സൾഫണേഷൻ, ഹാലജനേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് അസൈലേഷൻ. അതൊക്കെ നമ്മൾ ഒറ്റ ഇതിലാണ് വരച്ചത് അല്ലെ, എളുപ്പമായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് എന്താണ്? പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പൊ ഓർത്ത് നോക്കുക, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചാപ്റ്ററിന്റെ ഇങ്ങനെയുള്ള ത്രെഡ് എനിക്ക് നന്നായിട്ട് കിട്ടും. അത് കഴിഞ്ഞ കൺസെപ്റ്റ് ഓരോന്നിലും ഇത് എന്തിനാണ് SN2 അല്ലെ, ഓർത്ത് നോക്കുക. ആ മെക്കാനിസം എന്താണ്, എന്തിനാണ് പർപ്പസ്, അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സാറ്റിസ്ഫൈഡ് ആവും, മാർക്കാവില്ല. ബേസ് എന്ന് പറയുന്നത് കേട്ടോ, അതാണ് നമ്മുടെ ബേസ്. പക്ഷെ അത് ബേസ് ക്ലിയർ ആണ്, നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ആക്ച്വലി മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണം. അത് ക്വസ്റ്റ്യൻസ് ഒരു ചലഞ്ച് ആയിട്ട് ഒരു പസിൽസ് പോലെയും എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് മാർക്കായി മാറുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇത്രയാണ് നമ്മൾ ഈ 2 ചാപ്റ്ററിന്റെ മെയിൻ ഹെഡിങ്സുകൾ പറയുന്നത്. ഞാനിപ്പോൾ ചോദിക്കുകയൊക്കെ ചെയ്യും, കിട്ടുമോ? കുഴപ്പമില്ല. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞു, അത് ഓർമ്മയുണ്ടോ? ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോ നമ്മൾ ചെയ്തൊരു പ്രോസസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് സൊല്യൂഷനിൽ എന്തായിരുന്നു ചെയ്തത്? ഈ ബോർഡിൽ എല്ലാ ഇക്വേഷനും ഒരുമിച്ച് എഴുതി. ആ ഇക്വേഷൻ കിട്ടണം. ആ ചാപ്റ്ററിന് എനിക്ക് കണ്ടന്റ് എനിക്കറിയാം എങ്കിൽ ആ ചാപ്റ്ററിന്റെ ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ റിയാക്ഷൻ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ആദ്യം പഠിച്ച ഇക്വേഷൻ മൊളാരിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. റെഡിമെയ്ഡ് ഇക്വേഷൻ എന്തായിരുന്നു? WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ആ ഇക്വേഷൻസ് ഞാൻ ചോദിക്കാം കേട്ടോ. മൊളാരിറ്റി ക്യാപിറ്റൽ M ആണ് കേട്ടോ. മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ V കേട്ടോ. ഓർത്ത് നോക്കാം. ആരെങ്കിലും ബിക്ക് പകരം 2 ആണ് ഇട്ട് പഠിച്ചേക്കുന്നത്, അതായാലും മതി. W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ V കേട്ടോ. 2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അല്ലെ, ആ സെക്കൻഡ് വന്ന സോല്യൂട്ട് എന്നാണ് മീനിങ് കേട്ടോ. ഇപ്പൊ WB എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട്. MB എന്ന് പറഞ്ഞാൽ എന്താ? MB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട്. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ മൊളാലിറ്റി. മൊളാലിറ്റി സ്മോൾ m ഈക്വൽ ടു എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോ ഇക്വേഷൻ വരുമ്പോ എന്താ? ഇതാണ് ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് കണ്ടോ, ഇതാണ്. അപ്പൊ ഇത് സെയിം ആയിട്ടായിരിക്കും. WB ഡിവൈഡഡ് ബൈ MB എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ എന്ത് കിട്ടും അല്ലെ? സോല്യൂട്ട് കിട്ടും. നെക്സ്റ്റ് എന്തായിരുന്നു? 1000 ഡിവൈഡഡ് ബൈ WA വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കുക. ദെൻ തേർഡ് മോൾ ഫ്രാക്ഷൻ കൈ കേട്ടോ. ഓർത്ത് നോക്കുക. പഠിച്ചോട്ടോ, എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. പുതിയതായിട്ട് വന്നാക്കുന്ന ആൾക്കാർക്ക് വിഷമിക്കണ്ട, അവരും നമ്മൾ ട്രൈ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓർത്ത് നോക്കുക. കാരണം ആ ചാപ്റ്ററിന്റെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. അത് ഓർഡറിൽ കിട്ടണം കേട്ടോ. കുഴപ്പമില്ല. മോൾ ഫ്രാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. കൈ A ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓർത്ത് നോക്കാം. ഇതെല്ലാം കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേം ആണ് അല്ലെ. ഇതെല്ലാം പർപ്പസ് ഒക്കെ പണ്ട് പഠിച്ചു അല്ലെ. ഓർത്ത് നോക്കാം. പർപ്പസ് നമ്മൾ പറഞ്ഞു, ഓരോന്നിനും കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ് ആക്ച്വലി വരുന്നത് അല്ലെ. നിങ്ങൾ ജ്യൂസ് ഒക്കെ കുഴിക്കൂലേ, നീ അവിടെ പോയിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒന്നല്ലെങ്കിൽ ഗ്രാം പെർ ലിറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിന്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇതിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. ഇതെന്തായിരിക്കും?
മോൾ പെർ കിലോഗ്രാം ഉണ്ട്, ഓർത്ത് നോക്കാം. അങ്ങനെ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസുകളാണ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോർത്ത് ഇക്വേഷൻ എന്തായിരുന്നു? ഫോർത്ത് ഹെൻറിസ് ലോയുടെ ഇക്വേഷൻ P equal to KH into chi. P equal to KH into chi. കേട്ടോ, ഓർത്ത് നോക്കാം. ഏത് സ്കൂളായിരുന്നു? സരസ്വതി. ഏത് ചാപ്റ്റർ അവിടെ എടുത്തു? തീരാറായി. സൊല്യൂഷൻ എടുത്തോ? ഇല്ല, ഓർത്ത് നോക്കാം. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ ഇന്ന് എടുക്കും കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ 2 ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് സൊല്യൂഷനും അതുപോലെ ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻ കേട്ടോ, ഓർത്ത് നോക്കാം. അത് കുറച്ചും കൂടി ആൾക്കാർ ഇതുപോലെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു സെക്ഷനായിട്ട് വെച്ച് പറഞ്ഞുതരാം കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് നോട്ടൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവരെ ഇതിലേക്ക് ആക്കി തരാം കേട്ടോ. ഇന്ന് ആ ചാപ്റ്റേഴ്സ് ഇവരുണ്ട്, ഇവർക്ക് ഒന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് അവർ കേട്ടോ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇവരോട് ചോദിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് പറയും കേട്ടോ, ഓർത്ത് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, കേട്ടോ. നമ്മളൊരു ടീമാണ് കേട്ടോ, വരാത്ത ആൾക്കാർ കേട്ടോ, ഓർത്ത്. ഇവര് ആരാ പറയാതിരിക്കണേ നോക്കാം കേട്ടോ, ഓർത്ത്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് പറയേണ്ടി വരും കേട്ടോ ഇക്വേഷൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് P equal to P naught into chi കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് റൗൾസ് ലോന്റെ ഇക്വേഷൻ ആണ്. റൗൾസ് ലോ ഇതെന്തായിരുന്നു? ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് സിക്സ്ത് വരുന്ന ഇക്വേഷൻ ആണ് എന്തായിരുന്നു? ഹെൻറീസ് ലോയും റൗൾസ് ലോയും കഴിഞ്ഞ പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ ആണ് അല്ലെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? P naught minus P divided by P naught equal to x2 കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ P01 ഇവിടെ ഒരു P1 ഇവിടെ P01 അത് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഞാനത് അങ്ങ് എഴുതാത്ത. പറയുന്ന സമയത്ത് P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഭയങ്കര ബ്രെയിന് പ്രശ്നമാണ്. അതിന് പകരം ഒന്ന് പറഞ്ഞു നോക്കി P0 മൈനസ് P ഡിവൈഡ് ബൈ P0 ഈക്വൽ ടു x2 പറയാൻ എളുപ്പമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെയൊക്കെ 1 ചേർക്കുക. അതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞ് ഇത്രേ ഉള്ളൂ. ഈ P എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ പ്രഷർ, നോട്ട് കൊടുത്ത സോൾവെന്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സോൾവെന്റ് കേട്ടോ, ഓർത്തോ. ടെക്സ്റ്റ് ബുക്കിൽ എഴുതുമ്പോൾ എന്താണ്? പ്യുവർ സോൾവെന്റ് ഇൻ സൊല്യൂഷൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് പേടിക്കാനൊന്നുമില്ല. P എന്ന് പറഞ്ഞ സൊല്യൂഷൻ, P നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ് കേട്ടോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സെവൻത് ഇക്വേഷൻ എന്തായിരുന്നു? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു M. M എന്ന് പറഞ്ഞ മൊളാലിറ്റി ആണ്. സെവൻത്ത്. എയ്ത്ത് ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു M. KF ഇൻറ്റു M. നയൻത്ത് എന്തായിരുന്നു? ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ പൈ ഈക്വൽ ടു CRT ഓർത്ത് നോക്കാം. ഓർ N by VRT ഓർ WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു RT by V കേട്ടോ. 3 ഇക്വേഷൻ ഉണ്ട്. ബേസിക് ഇക്വേഷൻ മാത്രമേ എഴുതുള്ളൂ. ഒരു ഇക്വേഷൻ കൂടി തുടങ്ങി വെക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി I ഈക്വൽ ടു എന്തായിരുന്നു? നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. ഇത്ര ഇക്വേഷൻ അല്ല, ഇനിയുണ്ട്, കുറെ ഉണ്ട്, അറിയാലോ. നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. അബ്നോർമൽ മോളിക്കുലർ മാസ് ഓർത്ത് നോക്കാം. അബ്സോർഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വേറെ അടുത്തത് എന്തായിരുന്നു? ആൽഫയുടെ ഇക്വേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു N minus 1 കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇത്രയും 10 അല്ല, ഏകദേശം ഒരു 15 ഇക്വേഷൻ വരെ ഉണ്ട് ഇതിനകത്ത്. ഈ 10 ഇക്വേഷൻ അതിന്റെ ചാപ്റ്ററിന്റെ ബേസ് ആണ്. നിങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി പറയാം. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതുണ്ടോ വിഷ്വൽ റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ, ഓർത്ത് നോക്കുക. അവിടെ നിന്ന് ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് ഓൺലൈനിൽ നിന്നും ചോദിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാവരും പറയണ ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് ആൽക്കഹോൾ തുടങ്ങാം കേട്ടോ. മറ്റേ ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലെ ഇങ്ങനെ പറയാം. ഇത് എന്തിനാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ഇതിന്റെ മിഡിൽ പോയിന്റിലേക്ക് കയറാം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഓർത്ത് നോക്കുക. ഇപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് എക്സാം വന്നു, എന്ത് ചെയ്യും? അപ്പൊ ഇതിന്റെ കഥയും ബേസും അങ്ങനെയൊന്നുമില്ല. ഇതിലെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസിൽ എങ്ങനെ വരും ആ ചോദിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം. ഇത് ഈ 3 എണ്ണം ഉണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ 11th അതിലുള്ളതാണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കുക, നിങ്ങളുടെ കയ്യിലൊരു ജ്യൂസ് തന്നു. ആ ജ്യൂസിന്റെ കോൺസെൻട്രേഷൻ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം വെച്ച് അറിയാം. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ആസിഡ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടി അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 3 മോളാർ H2SO4 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എങ്ങനെ? അതെങ്ങനെ ഉണ്ടാക്കും? 3 മോളാർ H2SO4 H2SO4. ഹൈഡ്രജന്റെ മാസ് എത്രയാ? 2. സൾഫറിന്റെ മാസ്, ഹൈഡ്രജൻ ഒരെണ്ണമാണ്, 2 ഹൈഡ്രജൻ വരുമ്പോൾ 2 ആയില്ലേ?
അങ്ങനെ കേട്ടോ. 2+ എന്ന് പറഞ്ഞാൽ 1 × 2 പ്ലസ് എന്ത് വരും? സൾഫർ എത്രയാ? 32 അല്ലെ? പുറത്ത് നോക്കാം. H2SO4 ആണ്. ഓക്സിജൻ എത്രയാ? 16 × 4 എത്രയാ? 48. എല്ലാരും കൂടി ചെയ്താൽ എത്ര കിട്ടും? ഒരു ഓക്സിജൻ 16 × 4 64. ഓക്കെ, സരി, 64 അല്ലെ? അപ്പൊ അതെല്ലാരും കൂടി കൂട്ടും. അതിനെയാണ് എന്താണ്? മോളിക്കുലർ മാസ്. അപ്പൊ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാമിൽ പറഞ്ഞാൽ അതിൽ 1 മോൾ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോ എന്താണ്? ഇതിന്റെ എല്ലാ മോളിക്കുലർ മാസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രാം അല്ലെ? പുറത്തു നോക്കാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ അതാണ് 1 മോളാർ. 1 മോളാർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോ ഓരോ സബ്സ്റ്റൻസിന്റെയും മൊളാരിറ്റി ഒക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടേമുകളാണ് ഈ 3 പുറത്തു നോക്കാം. ഇനി ഈ 2 നിങ്ങൾക്ക് സൊല്യൂഷൻ കഴിഞ്ഞാലേ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. എടുത്തിട്ടില്ലല്ലോ? ഓർത്തു നോക്കി. ഇത് എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹെൻറീസ് ലോ ഓർമ്മയുണ്ടോ? സോലുബിലിറ്റി ഓഫ് ഹെൻറീസ് ലോ എന്ന് ഓർത്ത് വെച്ചേ. solubility of gas in liquid is directly proportional to pressure അല്ലെങ്കിൽ എന്തായിരിക്കും? or mole fraction. ഓർത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇല്ലേ, ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും അല്ലെ? അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പ്രഷറിന് പ്രൊപ്പോർഷണൽ ആണ്. സോഡ അറിയാലോ, സോഡ വെച്ചിട്ടാണ് ഓർത്ത് വെക്കാൻ പറയുന്നത്. സോഡ എങ്ങനെ ഉണ്ടാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇല്ല അല്ലെ? ഒരു ഹൈ പ്രഷറിൽ നമ്മൾ കൊടുക്കും അല്ലെ? പണ്ട് സോഡ മേക്കറിലൊക്കെ കാണുന്ന അതേ പ്രോസസ്സാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ ഗ്യാസ് അതിൽ ഡിസോൾവ് ചെയ്യും. 2 പ്രാവശ്യമൊക്കെ അമർത്തി തോറ്റും നല്ല സ്ട്രോങ് സോഡയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അമർത്തിയാൽ പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് ചെയ്യണ്ട, ഓർത്ത് നോക്കാൻ നല്ല സ്ട്രോങ് സോഡയൊക്കെ കിട്ടും. അതിന്റെ അർത്ഥം എന്താ? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ഡിസോൾവ് ആകും. അതാണ് ഈ ലോ P = KH × chi എന്ന് പറയുന്നത്. ഇതും അതുപോലെ സിമിലർ ആയി വേറൊരു ലോ വന്നേക്കുന്നതാണ്. അപ്പൊ ഈ KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി ആണ് അല്ലെ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? കോൺസ്റ്റന്റ് കൊടുക്കും. അത് ഈ സയന്റിസ്റ്റ് കണ്ടെത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് അയാളുടെ പേര് എഴുതി KH എന്ന് കേട്ടോ. നിങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ പേര് കൊടുത്താൽ കേട്ടോ. ഓർത്തോ, KH × chi എന്ന് പറഞ്ഞ് ആ പേര് കൊടുത്തു. 3 ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഹെൻറീസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ. വെന്റ്, അനോക്സിയ, സോഫ്റ്റ് അല്ലെ? എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. വെന്റ് എന്ന് പറഞ്ഞ സ്കൂബ ഡൈവേഴ്സ് താഴേക്ക് പോകുമ്പോ എന്ത് പറ്റും? അവര് പണ്ടൊക്കെ കൊണ്ടുപോകുന്നത് എന്തായിരുന്നു? എയർ അല്ലെ? എയർ ആയിരുന്നു സിലിണ്ടറിൽ കൊണ്ടുപോയത്. അപ്പോ നൈട്രജൻ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് തിരിച്ചവരെത്തുമ്പോൾ അല്ലെ അത് ബബിൾസ് ആയിട്ടൊക്കെ ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ പഠിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. P എന്ന് പറഞ്ഞ പ്രഷർ, KH എന്ന് പറഞ്ഞ എന്താ? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, X എന്ന് പറഞ്ഞ മോൾ ഫ്രാക്ഷൻ കേട്ടോ. ഇതിൽ ഏതെങ്കിലും ടേം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചോദിച്ചേക്കണം. നിങ്ങൾ എടുത്ത് എഴുതിയേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇവര് എഴുതിയതുണ്ട് അവരുടെ കയ്യിൽ ഫുൾ ആയിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഫുൾ എഴുതിയതല്ലേ അന്ന്? ഫുൾ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഓർത്ത് നോക്കാം. വിഷമിക്കണ്ട കേട്ടോ. കുറെ പ്രാവശ്യം ഇങ്ങനെ എഴുതിപ്പിക്കും, ഇടക്കിടക്ക് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാ പഠിക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് അല്ലെ? ഓർത്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷൻ ആക്കി എത്തുക. നെക്സ്റ്റ് ഈ 4 ഇക്വേഷൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. The property only depend upon number of particles irrespective of size, nature, etc. That is the colligative property. Colligative property എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The property only depend upon number of particles irrespective of size, nature, etc. അപ്പൊ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിന് നമ്പർ മാത്രം നോക്കിയിട്ട് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം ഇരിക്കുകയാണെ, ആ വെള്ളത്തില് സോൾട്ട് ഇട്ടു, എന്നിട്ട് ഞാൻ ബോയിലിംഗ് പോയിന്റ് ചെക്ക് ചെയ്തു 101. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി. കുറച്ച് സോൾട്ട് ഇട്ടപ്പോൾ 101 ആണ്. കുറച്ചും കൂടി സോൾട്ട് ആഡ് ചെയ്തു, അപ്പോൾ 103 ആയി. എന്താ? സോൾട്ട് ഇടുമ്പോ നമ്പർ കൂടും. നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ നമ്പറും ബോയിലിംഗ് പോയിന്റും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് എലിവേഷൻ. എലിവേഷൻ എന്ന് പറഞ്ഞാൽ കൂടാന്നല്ലേ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമ്പർ കൂടുന്തോറും എന്ത് കൂടും? ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ നമ്പർ മാത്രം നോക്കുന്നുള്ളൂ. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നത് അല്ലെ? ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ്, നേച്ചർ, എക്സെട്ര. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വരുന്നത്. നെക്സ്റ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പൊ സോൾട്ട് വാട്ടർ അല്ലെ? ആ സോൾട്ട് ഇടുന്തോറും ഫ്രീസിംഗ് പോയിന്റ് വെള്ളത്തിന്റെ എത്രയാ? 0. അപ്പൊ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ തോറ്റത് -1 കുറയും, -2 അങ്ങനെ വീണ്ടും ഇടുന്തോറും -2 അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ആ മീനിങ് ഓർത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ടി വരും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ പ്രഷർ ഉണ്ടല്ലോ, അത് സോലൂട്ട് ആഡ് ചെയ്യുമ്പോൾ തോറ്റും അത് കുറയും. അതിനെയാണ് ഇക്വേഷൻ. അപ്പൊ കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. ഇനി ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോസിസ് എന്താ? ഒരു സോൾവെന്റ്, ഒരു സൊല്യൂഷൻ അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാല് സോൾവെന്റിൽ നിന്ന്
എന്ത് ചെയ്യും, പതുക്കനെ സൊല്യൂഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലെ, നോക്കാം അല്ലെ. ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓസ്മോസിസ്. ഒരു സെമി പെർമിയബിൾ മെമ്പറേനിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതും എന്താണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ആ ഇക്വേഷൻ പഠിച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. ദ പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ റെസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് നേച്ചർ. ഇത് ഇടക്കിടക്ക് പറയാൻ കാരണം ഇതിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റൻ ഇത് കഴിഞ്ഞിട്ടാണ്. ചാപ്റ്റർ 3 ഇക്വേഷൻ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ 3 ഇക്വേഷൻ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന 4 എക്സ്ട്രാ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലില്ല, അത് റെഡിമെയ്ഡിന് വേണ്ടിയിട്ട് അല്ലെ, ഓർത്ത് നോക്കാം. നമ്മൾ പറഞ്ഞു അതാണ് ഈ ചാപ്റ്ററിലെ ടഫ്നെസ്. ഈ ചാപ്റ്റർ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇതിൽ 3 മാർക്കിന്റെ ടഫസ്റ്റ് ക്വസ്റ്റൻ ഇവര് ഇത് കഴിഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വിലിബ്രിയം പഠിപ്പിച്ചിട്ടില്ലേ, അവിടെ പോയിട്ട് പഠിച്ചോളാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നേരെ അപ്ലൈ ചെയ്യാം, മാർക്ക് കിട്ടിക്കോളൂ. അപ്പോൾ അതാണ് ബോർഡ് എക്സാമിന് ആകെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് ടഫ്നെസ് വരുന്നത് ഇവിടെ നിന്നാണ്, ഓർത്ത് നോക്കാം അല്ലെ. അത് എന്തൊക്കെയായിരുന്നു, ഡിസോസിയേഷൻ, അസോസിയേഷൻ, ഡിസോസിയേഷൻ, കോൺസ്റ്റന്റ് എന്ന് പറയുന്ന 3 ഇക്വേഷൻ ഓർത്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. മിഷേൽ റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ. 10 ഇക്വേഷൻസ് കേട്ടോ, നല്ല ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, ഓർത്ത് നോക്കാം. കേട്ടോ, വെരി ഗുഡ്. എല്ലാ ഇക്വേഷനും പറഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു ക്ലാപ്പ് കൊടുത്തേ, ഓർത്ത് നോക്കാം. നിങ്ങള് ഇതിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് മാത്രം ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടം പോലെ ഡിസ്കസ് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം, അതൊന്നും ഇഷ്യൂ അല്ല. അപ്പോഴൊക്കെ ബേസിക് എന്തായിരിക്കണം, നല്ല ക്ലിയർ ആവണം കേട്ടോ. ആ ബേസ് ഉണ്ടായാൽ മാത്രം മതി. ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടവാനം ചെയ്യാം, ഫേസ് ചെയ്യാം, ആ രീതിയിൽ ഈ രീതിയിൽ ഒക്കെ ചെയ്തു പോകാം. പക്ഷെ ആ ബേസ് നന്നായിട്ട് കീപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വെക്കാം, അതാണ് രസം കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ 2 പേരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വിട്ടു വരും കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ നല്ല ലൗഡ് വോയിസിൽ പറയണം, ബാക്കി ഇവര് തിരിച്ചൊക്കെ വെക്കും കേട്ടോ, ഓർത്ത് നോക്കാം. വേഗ്നാഷ് റെഡി ആയിട്ട് നിൽക്കുന്നു, റയനും റെഡിയാണ്. ഓക്കെ, ആ P0 minus P divided by P0 equal to x2. Delta TB equal to KB into M. Delta TF equal to KF into M. Pi equal to CRT. I equal to normal molecular mass by abnormal molecular mass. Degree of dissociation equal to I minus 1 divided by n minus 1. Degree of association I minus 1 divided by 1 by n minus 1. K equal to C alpha square by 1 minus alpha. Alpha equal to root of K minus. കേട്ടോ, ഫുൾ ഇക്വേഷൻ പറഞ്ഞു. ക്ലാപ്പ് കൊടുത്തേ. X2 1 കേട്ടോ, ക്ലാപ്പ് കേട്ടോ. Then Chris M equal to WB by B into 1000 by B. M equal to WB by MB into 1000 by M 1000 by WA. P equal to KH X equal to P dot X. P dot minus P by P dot equal to X2. Delta
PV equal to KVN, delta TF equal to KFN, pi equal to CRP, I equal to normal mass by abnormal molecular mass, degree of association equal to dissociation equal to I minus 1 by N minus 1, degree of association equal to I minus 1 by 1 by N minus 1. ഓക്കെ. ഈ ബുക്ക് എത്ര പേർക്ക് കിട്ടാത്തുണ്ട്? ഈ രണ്ട് ബുക്കുകൾ ഈ ബുക്ക് കിട്ടാത്ത പുതിയ ഇവര് ന്യൂ അഡ്മിഷൻ ഓക്കെ, അല്ലാതെ ബാക്കി ആൾക്കാർക്ക് കിട്ടിയല്ലോ. കിട്ടിയേക്കുന്ന ആൾക്കാർ ടിക്ക് ചെയ്ത് തുടങ്ങണം കേട്ടോ. നോക്കാം, ഇത് ചെക്ക് ചെയ്യും. എനിക്ക് 2 ഡ്യൂട്ടിയാണ്. ഇതിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടോപ്പിക് ബേസ് ചെയ്തിട്ട്. ഓർഡറിലല്ല വേണ്ടത്, ഓരോ ടോപ്പിക്കിലും മിനിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് മിനിമം ടിക്ക് ചെയ്യാം കേട്ടോ. ഫുള്ള് ചെയ്യാൻ പറ്റുമെങ്കിൽ ടിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഓർത്ത് നോക്കുക, എനിക്ക് ഓണസ്റ്റ് ആണ് വിശ്വാസം. 3 പ്രാവശ്യം ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ അത് എന്ത് ചെയ്യണം, തുടങ്ങണം. വായിച്ച് നിങ്ങൾ ആ ബാക്കിലെ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കാനൊന്നുമല്ല പറയുന്നത്, അത് നോക്കുക. ജസ്റ്റ് ഞാൻ നോക്കി അത് ഞാൻ ഓക്കെ ആണ്, ആ ക്വസ്റ്റ്യൻ എനിക്ക് കംഫർട്ടാണ്, അതങ്ങനെ 3 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്ത് പോകണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെയാണ് എക്സാം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കിട്ടുന്ന ഇക്വേഷൻ പഠിച്ചതെന്ന് പറയുന്നതിൽ തന്നെ എഗ്നാസ് വേഗം പറഞ്ഞു. ഓൺലൈനില് എഗ്നാസ് പറഞ്ഞു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഇക്വേഷൻ. ആ മൈക്കൊന്ന് എടുത്ത് വെച്ചോ മോനെ. മൈക്കിലുണ്ടെങ്കിൽ അടുത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞു, അപ്പൊ ഇവരെല്ലാവരും കേൾക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. റിലേറ്റീവ് ലോവറിംഗ്. അതും കൂടി പറ. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഒരു ക്ലാപ്പ് കൊടുത്ത് ആഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കി ആൾക്കാര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ ഞാൻ ചോദിക്കാം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ. Depression of freezing point. Henry's law. I equation. I. Osmotic pressure equation. Osmotic pressure. Pi equal to pi equal to CRT. അല്ലേ? ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ ചോദിച്ചതല്ലേ. ദെൻ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് KB into M. ദെൻ ഒന്ന് ട്രൈ ചെയ്യും. ഹെൻറീസ് ലോഡ് ഇക്വേഷൻ P equal to KH into K കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ റൗൾട്ട്സ് ലോഡ് ഇക്വേഷൻ P equal to into X അല്ലെ, X എന്ന് പറഞ്ഞ കൈ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് relative lowering of paper pressure equation, elevation of boiling point equation,
KB into M അല്ലേ? ഓർത്ത് നോക്കാം. ദെൻ ഇക്വേഷൻസ് ഓക്കെ ആണോ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൊളാരിറ്റി ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ WB divided by into divided by വോളിയം സൊല്യൂഷൻ ഓർത്ത് നോക്കാം. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. ദെൻ റയാൻ എലിവേഷൻ ഡിപ്രഷൻ ഓഫ് ഫീസിബിൾ ഇക്വേഷൻ KF into M കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ എക്സാം ഉണ്ടാവും സ്കൂളിൽ എക്സാം ഈ മാസം ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്? ഹാലോ ആൽക്കി ആൻഡ് ആൽക്കഹോൾ ഉണ്ട്. ഇന്ന എക്സാം 30-ാം തീയതി അല്ലേ? ഇത് ആൽക്കഹോളിൽ കഴിയണം. ജൂൺ 10th തുടങ്ങും. ഏതൊക്കെ ചാപ്റ്ററാണ് പറഞ്ഞ? നമ്മളെത്തും. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? വേറെ ആർക്കാ? ഏതാ ചാപ്റ്റർ? നിങ്ങൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ? കോർഡിനേഷൻ കോമ്പൗണ്ടും D&F അതല്ലേ? ചാപ്റ്ററിന്റെ പേര് കിട്ടണില്ല, എനിക്ക് ഓർമ്മ ഉണ്ട് തന്നെ പറഞ്ഞിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. കേട്ടോ, ഓർത്ത് നോക്കാം. അത് താൻ മാത്രമുള്ളപ്പോ ഒന്ന് മാറി നിൽക്കുന്ന ആള് നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഓർത്ത് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട് ഹെഡിങ്സ് ഒക്കെ കിട്ടും. അടുത്ത ക്ലാസ്സിൽ ഒരു ഹെഡിങ്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പാരലായിട്ട് പോകേണ്ടി വരും, മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടൈം ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഇതാകുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഒരു ഏതെങ്കിലും പോർഷൻസ് കട്ട് ചെയ്യും എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ എടുക്കുന്നത്. ഇപ്പൊ ഏകദേശം ക്ലിയർ ആണ്, ഈ ചാപ്റ്റേഴ്സ് തന്നെയാണ് എന്നുള്ള ഡിക്ലറേഷൻ ആയിട്ടുണ്ട് ഏകദേശം. ഇനി മാറ്റാൻ ചാൻസ് കുറവാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പോയാൽ മതി. നിങ്ങളിപ്പോൾ പാരലായിട്ടൊന്നും കൊണ്ടുവരണം കേട്ടോ, ഓർത്ത് നോക്കാം. ഫെർണസ് ഒരു എക്സാം കഴിഞ്ഞാലേ കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ ഒന്ന് പറഞ്ഞ ദിവസം അല്ലേ? ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതല്ലാതെ ഈ ചാപ്റ്റർ ആണെങ്കിൽ നേരത്തെ ഒന്ന് പറയണം, എന്നിട്ടൊന്ന് പാരലായിട്ട് പോകണം, എന്നാലും മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, രണ്ടും കൂടി ആവും. നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് പറയും, ഇവിടെ വേറെ എടുക്കുന്നു, ഓത്ത് ഇത് വരുന്നു. ഇതൊരു ക്ലാഷ് വരുന്ന ഒരു പരിപാടിയാണ് മെയിൻ. പക്ഷെ അത് ഓർത്ത് വെക്കാം, നിങ്ങൾ ഏകദേശം ഒക്ടോബർ കഴിയുമ്പോൾ എന്താ എല്ലാം പഠിക്കണം. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ബാലൻസ്ഡ് ആവും. വേറെ ആർക്കെങ്കിലും എക്സാം ഇല്ല? ഡേറ്റ് പറഞ്ഞല്ലേ? ചാപ്റ്റർ ഇത് ഏകദേശം ഈ പറഞ്ഞെങ്കിലും വരും അല്ലേ? ആൽക്കഹോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ലല്ലോ, പുറത്തു ഒന്ന് എഴുതി. ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ചെയ്ത് എല്ലാവരും എടുത്തു. ആൽക്കഹോൾ ഇയർക്ക് എക്സാം ഉണ്ട് താനും. അപ്പോൾ ആ ചാപ്റ്റേഴ്സും കൂടി ഒന്ന് നമുക്ക് പിടിച്ചു പോവാം. ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ഈതർ. ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ഈതർ. ആൽക്കഹോൾ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ അത് ഒതന്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന 10th ചാപ്റ്ററിലാണ്. നമുക്കറിയാം 10th ഫങ്ഷണൽ ഗ്രൂപ്പ് OH അല്ലെ? OH വന്നാൽ എന്തായിരിക്കും? ആൽക്കഹോൾ ആണ്. ROH എന്ന് പറഞ്ഞാൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നതിലേക്ക് വരുന്നു. എത്തനോൾ ആണ് ഇപ്പൊ ഈ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ടോണിക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെ സാനിറ്റൈസർ ആയിട്ടൊക്കെ ഉപയോഗിച്ചതാണ് ആക്ച്വലി വരുന്നത് അല്ലെ? എന്ന് പറഞ്ഞാൽ പ്രൊപ്പൻറ്റുവോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒക്കെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരാൾ കയറി വന്നു ഫിനോൾ. ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ OH വരും. അതൊരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഒരു പുതിയാണ്. വേറൊരാളും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. ആരാണത്? ഈതർ. ഈതറിന്റെ ഫോർമുല എന്തായിരുന്നു? ROR ഈതർ. അപ്പൊ 3 ആൾക്കാരാണ് മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. ഒന്ന് ROH, ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ OH, then either ROR either. ഇനി ഇതെന്തിനാ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കോമ്പൗണ്ടുകൾ വെച്ചിട്ട് കണ്ടമാനം മെഡിസിൻസ് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന പനിയൊക്കെ വന്നാൽ എന്ത് കഴിക്കും നിങ്ങൾ? അല്ല അതിന്റെ മോളിൽ കണ്ട പാരാസെറ്റമോൾ. ഓൾ കണ്ടോ? ഓൾ ആൽക്കഹോളാ. പാര എന്ന് പറഞ്ഞ ഏത് പൊസിഷനാ? കണ്ടോ? അപ്പൊ പാരാസെറ്റമോൾ കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഡിലീറ്റ് ആയി അല്ലെങ്കിൽ അതിന്റെ ഒക്കെ വലിയ മോളിക്യൂൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്ക്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. അതിലെ എല്ലാ ഡ്രഗ്സ് ഇല്ലേ, മെഡിസിൻസ്,
ആ മെഡിസിൻസിന്റെ പിക്ചർ അടക്കം ഇത്രയൊക്കെ ഉണ്ടാവും, മനസ്സിലായി? അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ വന്നാണ്. അപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഇതുപോലെയുള്ള മോളിക്യൂൾസുകൾ അല്ലെ, പുറത്തൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സാലിസിലിക് ആസിഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന പലതിലും വരുന്നതാണ്, അതിന്റെ മോളിക്യൂൾ കേട്ടോ. വിഷമിക്കേണ്ട, ഇപ്പൊ ഉണ്ട്, പഠിക്കാനുണ്ട്. സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ കോൾസ് റിയാക്ഷൻ എന്ന് പറയുന്നതിൽ പഠിക്കാനുണ്ട്. പിന്നെ ആസ്പിരിൻ ഇല്ലേ, അതിന്റെ പ്രിപ്പറേഷൻ ചാപ്റ്ററിലുണ്ട്. ആസ്പിരിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ആസ്പിരിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ആസ്പിരിൻ സെഡറ്റീവ് ആണ്. ആസ്പിരിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ആന്റി ശരിക്കും എന്താ, പെയിൻ കില്ലേഴ്സ് അല്ലെ, ആന്റിബയോട്ടിക്സിന്റെ ആണ്, പെയിൻ കില്ലർ അല്ല, അത് അനാലജിസിസ് ആണ്, പെയിൻ കില്ലേഴ്സ്. പക്ഷെ അതിന് എന്തുണ്ട്, ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇത് വരും അല്ലെ, അതുകൊണ്ട് അത് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആസ്പിരിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളതാണ്. അപ്പൊ ഓർത്തു നോക്കാം, ഇതൊക്കെ പഠിക്കുന്നതിനുള്ള റിലവൻസ് എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മെഡിസിൻ ഒക്കെ കഴിക്കൂലേ, ഇനി ഓരോ ജാമൊക്കെ കഴിക്കൂലേ, അതിന്റെ പുറത്തൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. കെമിസ്ട്രി ആയിട്ട് പഠിക്കണ്ട, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂലേ, അപ്പൊ വെറുതെ ഹോർലിക്സ് അതിന്റെ പുറത്തൊക്കെ നോക്കാം, സോഡിയം പെൻസനോയേറ്റ്, ഓ എന്ത് ജീവി അല്ലെ, അത് പഠിക്കാനുണ്ടാവും. അപ്പൊ ഓർത്തു വെക്കുക, അങ്ങനെ ഓർത്തു വെക്കുക. ഇതിൽ വരുന്ന ഈ ചാപ്റ്ററിന് മൊത്തം നമുക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്, നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ആദ്യം എന്തായിരിക്കും, ക്ലാസിഫിക്കേഷൻ. അപ്പൊ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചേക്കുന്ന അതേ പേരിൽ തന്നെ ക്ലാസിഫിക്കേഷൻ വീണ്ടും ഇവിടെ അതുപോലെ തന്നെ എഴുതുള്ളൂ. ദെൻ സെക്കൻഡ് എന്തായിരിക്കും, പ്രിപ്പറേഷൻ ഇതില് 3 ഹെഡിങ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെ എന്തായിരുന്നു, അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ കേട്ടോ, സെയിം. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ തീരും. അത് കഴിഞ്ഞാൽ കേട്ടോ ഓർത്തോക്ക ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഹെഡിങ്സ് പറയിപ്പിക്കുന്ന ഒരു പ്രോസസ് അറിയാലോ കേട്ടോ. ഓർത്തോക്ക എല്ലാവർക്കും കൊണ്ട് ഹെഡിങ്സ് പറയിപ്പിക്കും ഈ ചാപ്റ്റർ എന്താണ് എന്നുള്ളത്. സെക്കൻഡ് ഹെഡിങ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളില് മെയിൻ ആയിട്ട് 3 പ്രിപ്പറേഷൻസ് ആ വരുന്നത്. ഫസ്റ്റ് പ്രിപ്പറേഷന്റെ പേര് എന്തായിരുന്നു, ഫ്രം ആൽക്കീൻ. എന്താ വരുന്നത്, ഫ്രം ആൽക്കീൻ. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ് അല്ലെ. ആ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ആൽക്കീനിലേക്ക് അസിഡിക് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ ആസിഡിന്റെ പ്രസൻസിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് കിട്ടും, ആൽക്കഹോൾ ആയിട്ട് മാറും. അതിന് 2 സബ് ഹെഡിങ് ഉണ്ട്. ഒരു ഡൈബോറൈൻ B2H6 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ പ്രസൻസിൽ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അങ്ങനെ കിട്ടും. അപ്പൊ ആൽക്കീനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ കിട്ടും. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിൽ ഫസ്റ്റ് ഹെഡിങ് വരുന്നത് ഫ്രം ആൽക്കീൻ. സെക്കൻഡ് ഹെഡിങ് വരുന്നത് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. എന്താ ഈ കാർബോണിയൽ എന്ന് പറഞ്ഞാൽ എന്താ, C ഡബിൾ ബോണ്ടോ വരുന്നതിനെയാണ് കാർബോണിയൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബോണിയൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ടോ H. ഇതാരാ, ഇതൊക്കെ ആരാ, ഇതിനെയാണ് കാർബോണിയൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും, RCHO ആൽഡിഹൈഡ്. ഇതെന്തായിരിക്കും, കാർബോക്സിലിക് ആസിഡ്. ഇതെന്തായിരിക്കും, കീറ്റോൺ. ഇതെന്തായിരിക്കും, എസ്റ്റർ. ഇതിനെന്തിനാണ് കാർബോണിയൽ എന്ന് വിളിച്ചേ, C ഡബിൾ ബോണ്ട് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരും. അങ്ങനെ ആൾക്കാരെയാണ് അപ്പൊ വരുന്നത്. അപ്പൊ അടുത്ത ഹെഡിങ് എന്താ, ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഈ കാർബോണിയൽ കോമ്പൗണ്ടിനെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ കിട്ടും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പണ്ട് പോലെ പഠിച്ചിട്ടില്ലേ, റിഡക്ഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനെയൊക്കെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ RC ഡബിൾ ബോണ്ടോ H ആണ് ആക്ച്വലി. ആ RC ഡബിൾ ബോണ്ടോ Hന്റെ ഇത് ഇവിടത്തെ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്തായി, ഇതാ അല്ലെ വരും. എന്നിട്ട് ഇവിടെയും ഒരു H കൊടുക്കും, ഇവിടെ ഒരു H കൊടുക്കും. അപ്പൊ നോക്കിയേ, RCH2OH റിഡക്ഷനിലെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. വേറെ വല്ലതും ചേഞ്ച് ചെയ്യോ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 സൈഡിലും എന്ത് കൊടുക്കണം അല്ലെ, റിയാക്ഷൻ. അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് കറക്റ്റ് ആവോ, ഇല്ല. അങ്ങനെ വരുമ്പോ ഇത് എന്താവും, വരും. അപ്പൊ ഓർത്തു നോക്കുക, ഹെഡിങ് എന്തായിരുന്നു, ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഞാൻ പറയും റിഡക്ഷൻ ഓഫ് കാർബോണിയൽ കോമ്പൗണ്ട് ടു ഫോം ആൽക്കഹോൾ. അതാണ് ഹെഡിങ്. അപ്പൊ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് ഹെഡിങ് എന്താ, ഫ്രം ആൽക്കീൻ, ആൽക്കീനിൽ നിന്ന് കിട്ടും. സെക്കൻഡ് ഹെഡിങ് എന്താ, ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. കാർബോണിയൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഓർത്ത് നോക്കണം, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഇത്ര ഓർത്താൽ മതി. എസ്റ്ററിന് അധികം വരുന്നില്ല നമുക്ക് പറയുമ്പോൾ, അതുകൊണ്ട് എസ്റ്ററിൽ നിന്ന് കിട്ടും. അപ്പൊ അധികം ഇത്രയും ഓർത്ത് വെച്ചാൽ മതി, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് തേർഡ് ഹെഡിങ് ഫ്രം ഗ്രിഗനാൽ റിയേജൻ. ഏതൊക്കെയായിരിക്കും, ഫ്രം ഗ്രിഗനാൽ റിയേജൻ. അപ്പോ ചാപ്റ്റർ ടോട്ടൽ ഓർത്ത് വെക്കണം. എന്തൊക്കെയായിരുന്നു, ഫ്രം ആൽക്കീൻ, പിന്നെ എങ്ങനെയായിരിക്കും
ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. പിന്നെന്തായിരുന്നു? ഗ്രിഗനാൽ റിയേജന്റ്. ഗ്രിഗനാൽ റിയേജന്റ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഗ്രിഗനാൽ റിയേജന്റ് ആദ്യം വരുന്നത് മെത്തനാൽ. മെത്തനാൽ എന്ന് പറഞ്ഞാൽ എന്താ? HCHO പ്ലസ് RmGX ഗ്രിഗനാൽ റിയേജന്റ് ടു ഫോം പ്രൈമറി ആൽക്കഹോൾ. എത്തനാൽ ഓർ എനി ഹയർ ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗനാൽ റിയേജന്റ് സെക്കൻഡറി ആൽക്കഹോൾ. കീറ്റോൺ പ്ലസ് ഗ്രിഗനാൽ റിയേജന്റ് ഗീവ്സ് എന്ത് കിട്ടും? ടെറിഷറി ആൽക്കഹോൾ. പുറത്തു നോക്കാം. അങ്ങനെ 3 ഹെഡിങ്സ് അവിടെ വരും. അപ്പോൾ പ്രിപ്പറേഷൻ എത്തണമുണ്ട് 3 കേട്ടോ. ഒന്ന് നോട്ട് എഴുതി വെച്ച ഒരു മാപ്പ് പോലെ ചാപ്റ്ററിന് മൊത്തം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് എന്തായിരിക്കും? ക്ലാസിഫിക്കേഷൻ. അങ്ങനെ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ചാപ്റ്റർ നമ്മൾ മൂവ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ. ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ആ ചാപ്റ്ററിന് മൊത്തം ഐഡിയ നമുക്ക് ആദ്യത്തെ ഒരു പേജിൽ കിട്ടണം. നിങ്ങൾക്ക് അത് പറയാവുന്ന ഒരു വേർഡിലേക്ക് കിട്ടിയേക്കണം. കോംപ്ലക്സ് ആയിട്ട് ഒന്നും പഠിക്കണ്ട. സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. അതിനവിടെ ഇങ്ങനെ 3 സബായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കൂലേ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിങ്ങനെ 3 ഇതിങ്ങനെ ഒന്ന് കൊടുത്തു വെച്ചേ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ നിന്ന് കിട്ടും ഫ്രം ആൽക്കി. ഷോർട്ട് ആക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് പേടിപ്പിക്കുന്ന രീതിയിലാക്കരുത്. പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഇത്ര ഉള്ളു ചാപ്റ്റർ അങ്ങനെ തോന്നണം കേട്ടോ. ഓർത്ത് നോക്കാം. ഫ്രം എന്തായിരിക്കും? ആൽക്കീൻ ENE. സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. കാർബോണിയൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഇവരൊക്കെ റിഡക്ഷൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ വെറുതെ റിഡക്ഷൻ ഓഫ് എന്താണ്? ആൽഡിഹൈഡ് എന്നോ കീറ്റോൺ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. തേർഡ് ഹെഡിങ് എന്താ? ഫ്രം ഗ്രിഗനാൽ റിയേജന്റ്. ഫ്രം ഗ്രിഗനാൽ റിയേജന്റ്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. എന്തോ? കാർബോണിയൽ YL ആണ് കേട്ടോ. YL കാർബോണിയൽ YL കാർബോണിയൽ കോമ്പൗണ്ട്. കാർബോണിയൽ ONYL കേട്ടോ. YL കാർബോണിയൽ കോമ്പൗണ്ട്. ദെൻ തേർഡ് വരുന്നത് ഫ്രം ഗ്രിഗനാഡ് റിയേജന്റ്. ഫ്രം ഗ്രിഗനാഡ് റിയേജന്റ്. അത്രയും കിട്ടണം. അപ്പോൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എന്തായിരുന്നു? 2 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു. തേർഡ് ടോപ്പിക്, മൂന്നാമത്തെ തേർഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. തേർഡ് എന്തായിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ഇതിനു മുമ്പ് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ പറയുമ്പോൾ ഇവിടെ തന്നെയാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. എന്തായാലും ആ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതി. ഇനിയിപ്പോ അടുത്ത് എഴുതി വെക്കുക എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. ശരിക്കും ആ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് മുമ്പ് ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ എന്നൊന്ന് എഴുതി. ശരിക്കും ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി കേട്ടോ. ഓർത്ത് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ വിട്ടുപോയതാ. ഫിനോളിന്റെ പ്രിപ്പറേഷൻ 4 ഹെഡിങ്സ് ആണ്. എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് എന്തായിരുന്നു? ക്ലോറോ ബെൻസീൻ ടു ഫിനോൾ. ക്ലോറോ ബെൻസീനെ ഫിനോളിലേക്ക് മാറ്റും. സെക്കൻഡ് വരുന്നത് ബെൻസീൻ ടു ഫിനോൾ. തേർഡ് വരുന്നത് അനലിൻ ടു ഫിനോൾ. ഫോർത്ത് വരുന്നത് ക്യുമീൻ ടു ഫിനോൾ. അങ്ങനെ 4 ഹെഡിങ്സ് അതിന്റെ വരുന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർത്ത് വെക്കാം. ഫിനോളിന്റെ പ്രിപ്പറേഷൻ 4 ക്ലോറോ ബെൻസീൻ ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ, അനലിൻ ടു ഫിനോൾ, ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ കേട്ടോ. ക്യുമീനെ കണ്ടല്ലേ? ഇതാണ് ക്യുമീൻ. അത് എഴുതണ്ട കേട്ടോ. വെറുതെ പറഞ്ഞതാ കേട്ടോ. ഇതൊക്കെ വേണ്ട. നിങ്ങൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം. അത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏതൊക്കെയാ ഒന്നുകൂടി പറഞ്ഞാൽ? ഫസ്റ്റ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ഉണ്ട്. അതിൽ 3 സബ് ഹെഡിങ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വിട്ടുപോയതുകൊണ്ട് എന്ത് എഴുതി? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ എഴുതി. പിന്നെന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. ഇതൊക്കെ കുറച്ച് നാളെ ചെക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഫിനോളിന്റെ പ്രിപ്പറേഷൻ എനിക്ക് ഒന്നും കിട്ടില്ല അങ്ങനെ നമുക്ക് തോന്നും. അപ്പൊ അയ്യോ ഒന്ന് മറച്ചു നോക്കി, അത് മനസ്സിലായി. അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണേ കേട്ടോ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. കെമിക്കൽ പ്രോപ്പർട്ടിയുടെ താഴെ കുറെ സബ് ഡിവിഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ക്ലീവേജ് ഒക്കെ വെച്ചിട്ടാണ്. ശരിക്കും അതിന് ആദ്യത്തെ ടോപ്പിക് വരുന്നത് അസിഡിറ്റി ആണ്. അസിഡിറ്റി എന്ന് പറയും. അവിടെ ഒരു pK വാല്യൂ ഒക്കെ ഉണ്ട് അസിഡിറ്റിയുടെ കാര്യം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ ഹെഡിങ്സ് ആയിട്ട് വരുന്നത് ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്ത് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ വരുന്നുണ്ട്.
നെക്സ്റ്റ് പേരുള്ള റിയാക്ഷൻസുകൾ കുറച്ച് വരുന്നുണ്ട്. പേരുള്ള റിയാക്ഷൻസ് ഏത്? കോട്സ് റിയാക്ഷൻ, റൈമർ ടൈമർ റിയാക്ഷൻ, അങ്ങനെ വരുന്ന പേരുള്ള റിയാക്ഷൻസ്. അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടി കേട്ടോ എന്ന് മാത്രം മതി. നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഫിനോളിന്റെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ആൽക്കഹോളിന്റെ പ്രോപ്പർട്ടി പോലെ എന്തിന്റെ വരും? ഫിനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി വരും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആൽക്കഹോളിന്റെ തന്നെ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ഓഫ് ആൽക്കഹോൾ. ഏതൊക്കെയായിരിക്കും കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ആൽക്കഹോൾ? എത്തനോൾ ആൻഡ് മെത്തനോൾ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് അവിടെ നിന്നോട്ടെ, ഇത്രയും വരെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് ആദ്യത്തെ ഹെഡിങ്ങിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ഏതാ? കെമിക്കൽ, അവിടെ വരെ കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ പിന്നെ കുറെ ഇക്വേഷൻസ് ആണ്. അപ്പൊ അത് വേണ്ട. നിങ്ങൾക്കൊരു ചാപ്റ്ററിന്റെ നട്ട്സെൽ എന്ന് പറയുമ്പോൾ അത്ര ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ. ഫസ്റ്റ് എഴുതി വെക്കാം പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ. ഹാലോ ആൽക്കീനിൽ എടുത്ത അതേ ഹെഡിങ്സ് അതേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. ഏതില്? ഇല്ല, ഒപ്റ്റിക്കൽ ഐസോമെറിസം ഹാലോ ആൽക്കീനിലുണ്ട് കേട്ടോ. അപ്പോ ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ഹെഡിങ് പ്രൈമറി കേട്ടോ. പ്രൈമറി വരുന്ന സമയത്ത് അതിന്റെ എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് നമുക്ക് അതിന്റെ കാര്യമൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. പ്രൊപ്പൻ 1 ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അല്ലെ, അനദർ 1 കാർബൺ ആറ്റം ആയിട്ട് ബോണ്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈമറി കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ പ്രൈമറി ആൽക്കഹോൾ ഹെഡിങ് കൊടുക്കുക, ഈ എക്സാമ്പിൾ എഴുതി വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. എന്തായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ കാർബൺ ആറ്റം ബോണ്ടഡ് ടു അനദർ 1 കാർബൺ ആറ്റം, ദാറ്റ് ഈസ് ദ പ്രൈമറി കേട്ടോ, ഓർത്ത് വെക്കാം. ഹെഡിങ് എഴുതി വെക്കാം പ്രൈമറി ആൽക്കഹോൾ. എന്നിട്ട് എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് താഴെ നോട്ട് എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും നോട്ട് വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ആരാ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ കാർബൺ ആറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ കാർബൺ ആറ്റം അല്ലെങ്കിൽ ബോണ്ടഡ് ടു എ കാർബൺ ആറ്റം. എന്ത് പറ്റും? കൊമ ദാറ്റ് കാർബൺ ആറ്റം ബോണ്ടഡ് വിത്ത് അനദർ 1 carbon atom or alkyl group. That carbon atom, functional group attached to a particular carbon atom, comma, that carbon atom bonded with another 1 carbon atom or alkyl group. ഇതുണ്ട്, ഇത് ഗ്രൂപ്പാണ് കണ്ടോ, ഇത് ഇത്രയും വലിയ ഗ്രൂപ്പാണ്, അത് 1 ആയിട്ട് എടുക്കുക. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? പ്രൈമറി. പ്രൈമറി. ഇനി സെക്കൻഡറി എന്തായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് സെക്കൻഡറി കേട്ടോ. അടുത്ത ഹെഡിങ് സെക്കൻഡറി. അപ്പൊ ഇത് പ്രൈമറി, എന്തായിരിക്കും? സെക്കൻഡറി. പ്രൈമറി വേർഡിൽ തന്നെ എഴുതാൻ നോക്കുക. സെക്കൻഡറി. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഫങ്ഷണൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ എഴുതിയിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ടഡ് വിത്ത് പെർട്ടിക്കുലർ കാർബൺ ആറ്റം. കണ്ടോ, ഈ ബോണ്ടഡ് എഴുതി റെഡ് കളറിൽ എഴുതിയേക്കുന്ന കാർബൺ ആറ്റമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ടഡ് വിത്ത് അല്ലെങ്കിൽ അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ കാർബൺ ആറ്റം, comma, that carbon atom bonded with another 2 carbon atom. കണ്ടോ, ഈ കാർബൺ ആറ്റം നോക്കിയാൽ ഇത് 1, ഇത് 2. അപ്പോ എന്തായത്? സെക്കൻഡറി അല്ലേ. ഇത് ഫങ്ഷൻ ഗ്രൂപ്പ് അല്ലേ. ഇത് ബോണ്ട് ചെയ്തേക്കുന്ന ഈ കാർബൺ ആറ്റം, ഇത് എത്ര കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ചോദിച്ചു നോക്കുക കേട്ടോ. 2. അപ്പൊ സെക്കൻഡറി. അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചോദിക്കണം കേട്ടോ, കോമൺ ആയിട്ട് ചോദിച്ചേക്കണം. അല്ലാതെ ഇത് ഡെഫിനിഷൻ ഒരിക്കലും ചോദിക്കില്ല ഇതിന്റെ കേട്ടോ. ഡെഫിനിഷൻ ചോദിക്കില്ല, പക്ഷെ എന്ത് ചെയ്യും? പല രീതിയിൽ ചോദിക്കും, വേറെ രീതിയിൽ കേട്ടോ. അത് നമ്മള് SN1 SN2 ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അവര് എന്ത് ചെയ്യും? പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഒക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും നമുക്ക് കോമ്പൗണ്ടുകളിൽ നിന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതാ? അല്ല, ഈ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല അവര്. നമ്മളെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി ആണോ പ്രൈമറി ആണോ ആ രീതിയിലൊക്കെ ഓർത്ത് വെക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. ടെറിഷറി. അടുത്ത എന്താ ഹെഡിങ് ആണ്? ടെറിഷറി. ടെറിഷറി വരുമ്പോ എങ്ങനെയായിരിക്കും?
ഒന്ന് പറഞ്ഞു നോക്കിയാൽ പറയില്ല, എങ്ങനെയായിരിക്കും? ഫങ്ഷൻ ഗ്രൂപ്പ് അല്ലേ? Carbon atom. That carbon atom bonded with another 3. അല്ലേ? Tertiary. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഇത് ഏത് ആൽക്കഹോൾ? സെക്കൻഡറി. ഡൗട്ട് ഉണ്ടോ? ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണാറ്റം ഇത് ഇവിടെ ഉണ്ട്, ഉണ്ടോ? ഈ കാർബണാറ്റം ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ട് ആണ്. ആ ബോണ്ട് നോക്കിയാൽ മതി, മനസ്സിലായി? അങ്ങനെ ബോണ്ട് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കിട്ടിപ്പോണം. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, അലൈലിക് ആൽക്കഹോൾ. അലൈലിക് ആൽക്കഹോൾ. അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കഴിഞ്ഞു. പിന്നെന്തായിരിക്കും? അലൈലിക് ആൽക്കഹോൾ. അലൈലിക് ആൽക്കഹോൾ. അലൈലിക് ആൽക്കഹോളിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻസ് നിങ്ങൾ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. ഒരു എക്സാമ്പിൾ എഴുതിയേക്കാണ്, പല എക്സാമ്പിൾ ഉണ്ട്, അതിലൊരു എക്സാമ്പിൾ ഫങ്ഷൻ ഗ്രൂപ്പ് OH ആണ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഇതാണ് അല്ലെ, ഇതാണ് ഫങ്ഷൻ ഗ്രൂപ്പ് OH. ഇത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ചെയ്ത് നോക്കിയേ, ഇതാണ് ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് വന്നാൽ അതിന് എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3. ഡബിൾ ബോണ്ട് വന്ന sp2. ട്രിപ്പിൾ ബോണ്ട് വന്ന sp. അപ്പോ ഇത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ. ഇതിന്റെ തൊട്ടടുത്ത് നിയർ ബൈ ആയിരിക്കണം, അല്ലാതെ ഇവിടെ ആയിട്ട് കാര്യമില്ല. ഇതിന്റെ തൊട്ടടുത്ത് നിയർ ബൈ കാർബൺ ആറ്റം എന്തായിരിക്കണം? sp2. അപ്പൊ നിയർ ബൈ തന്നെ ആയിരിക്കണം, അത് ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നതായിരിക്കണം വന്നേക്കുന്നത് കേട്ടോ. ഇയാളുടെ നിയർ ബൈ ആരൊക്കെയുണ്ട്? അവര് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലുണ്ട് ഇയാൾ, പിന്നെന്തുണ്ട്? ആ സൈഡിൽ കണ്ടോ, തൊട്ടടുത്ത്. അങ്ങനെ കേട്ടോ, അവിടെ ആരുമില്ല അല്ലെ, ഓർത്ത് വെക്കാം. അങ്ങനെ ആയിരിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ നിയർ ബൈ എന്ന് പറയുന്നതാണ് എന്ന് പറയുമ്പോൾ, അപ്പൊ ഈ സൈഡിൽ വരാം കണ്ടോ, ഡബിൾ ബോണ്ട്. ഈ സൈഡിൽ ഒരു കാർബൺ ഇട്ടിട്ട് ഒരു ഡബിൾ ബോണ്ട് ചോദിക്കാം, ഈ ഇവിടെ ചോദിക്കാം. അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന കോമൺ നെയിമാണ് അലൈലിക്. അലൈലിക് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന അലൈലിക് ആൽക്കഹോൾ എന്നാണ് കോമൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം ഡെഫിനിഷൻ എഴുതുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ, എഴുതി വെക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ആൻഡ് നിയർ ബൈ എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. ബ്രാക്കറ്റിൽ ഡബിൾ ബോണ്ടഡ്. sp2 എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടഡ്, അങ്ങനെ എഴുതണം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ആൻഡ് നിയർ ബൈ sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ആൻഡ് നിയർ ബൈ sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? അലൈലിക്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, വിനൈലിക്. വിനൈലിക് ആൽക്കഹോൾ. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ, ഇങ്ങനെ ആണ് വരുന്നത്. അടുത്ത ഹെഡിങ് വിനൈലിക് കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ആൻഡ് നിയർ ബൈ sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. sp2 ന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? ഡബിൾ ബോണ്ടഡ്. sp2 ഡബിൾ ബോണ്ടഡ്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് വിനൈലിക് ആൽക്കഹോൾ. വിനൈലിക് ആൽക്കഹോൾ. വിനൈലിക് എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും മതി,
ഇപ്പൊ ഇവിടെ കൊടുക്കാം എനിക്ക് OH, ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് കൊടുക്കാം കേട്ടോ. കോമൺ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ 2 ഡബിൾ ബോണ്ട് കൊടുത്തേക്കാം. അപ്പോൾ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് കേട്ടോ. ഇവിടെയൊക്കെ വലിയ ചേഞ്ച്, ഇവിടെ ഒക്കെ വേറെ എവിടെയൊക്കെ ചേഞ്ച് വരാം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം കേട്ടോ. ഈ സൈഡിൽ വരാം, ഈ സൈഡിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം. ഏതെങ്കിലും ഒരു സൈഡിൽ ഡബിൾ ബോണ്ട് ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വന്നാൽ അത് എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അങ്ങനെ വന്നാൽ അത് എന്തായിരിക്കും? വിനൈൽ. അപ്പോൾ ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതിന്റെ പേരെന്തായിരിക്കും? വിനൈലിക്. ഡെഫിനിഷൻ എങ്ങനെ എഴുതും? ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH അറ്റാച്ച് ടു എന്തായിരിക്കും? ഡയറക്ട്ലി അറ്റാച്ച് ടു sp2 hybridized carbon atom. Functional group OH directly attached to sp2 hybridized carbon atom. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, അലൈലിക്, വിനൈലിക് അല്ലെ? ഓർത്ത് നോക്കാം. വിനൈലിക് കഴിഞ്ഞതിൽ പറഞ്ഞു അല്ലെ? PVC പൈപ്പ്. എന്തായിരുന്നു PVC പൈപ്പ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതാ, മറ്റേതിൽ ആവശ്യമുണ്ട്, അത് ചോദിക്കാം കേട്ടോ. PVC എന്തായിരുന്നു? പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെ? ഓർത്ത് നോക്കാം. പോളി വിനൈൽ ക്ലോറൈഡ്. PVC പൈപ്പ് കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ? ഇതാണ് PVC പൈപ്പ്. പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക. ഈ ക്ലോറിൻ ഉണ്ടോ അറ്റാച്ച് ചെയ്തേക്കാം. ഡബിൾ ബോണ്ട് ഉണ്ട്, സോറി, ഡബിൾ ബോണ്ട് ഉണ്ടോ? വിനൈലിക് ആവാൻ കാരണം എന്താ? ഡബിൾ ബോണ്ട് ഉണ്ട്. കോമൺ നെയിം ആക്ച്വലി. IUPAC നെയിം എന്താ? IUPAC നെയിം ക്ലോറോ ഈഥീൻ ഉണ്ടോ? ക്ലോറിൻ അല്ലെ? ക്ലോറോ ഈഥീൻ. ഡബിൾ ബോണ്ടിനാണോ ഹാലജനാണോ പ്രയോറിറ്റി? കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഡബിൾ ബോണ്ടിനാണോ ഹാലജനാണോ പ്രയോറിറ്റി? ഹാലജനാണോ ഡബിൾ ബോണ്ടാണോ? അവിടെ പറഞ്ഞു. വെരി ഗുഡ്. ഡബിൾ ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഡബിൾ ബോണ്ട് ഹാലജനും വന്നാൽ പ്രയോറിറ്റി ആർക്കാം? ഡബിൾ ബോണ്ടാ കേട്ടോ. ഓർത്ത് നോക്കാം. അത് പറ്റിക്കാൻ വേണ്ടി വരുന്ന ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് പലപ്പോഴും ആൽക്കഹോളിലാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അവന് ഇത്തിരി ഗ്രേഡ് കൂടിയതാണ് ആക്ച്വലി. ആൽക്കഹോൾ, ആന്റിഡോവറൊക്കെ മുകളിൽ കിടക്കുന്നതാണ് അല്ലെ? പ്രയോറിറ്റി ഓർഡറിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഇതിൽ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. എന്താ? കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലാതെ അത് മൊത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ആൽക്കഹോൾ ഉണ്ടോ? അങ്ങനെ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഹാലജൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഞാൻ പറഞ്ഞ SO3H ഉണ്ട്, എസ്റ്റർ ഉണ്ട്, അതൊക്കെ ആ പ്രയോറിറ്റി ഓർഡർ വരുന്നത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഇത് ഓർത്ത് വെക്കാം. അപ്പോ ഇങ്ങനെയൊക്കെ വരാം. PVC പൈപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കോമൺ പേരുകളൊക്കെ വരുമ്പോൾ വിനൈലിക് എവിടെയെങ്കിലും കണ്ട ഇതാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു sp2. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. ബെൻസൈലിക് ആൽക്കഹോൾ. ഏറ്റവും കൂടുതൽ തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവര് കൺവേർഷൻ ചോദിക്കുമ്പോൾ ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഒരു തരും. അപ്പൊ മിക്കവരും ബെൻസീനിന്റെ മുകളിൽ ഒഴിച്ചിട്ട് പോകും. ബെൻസീനിന്റെ മുകളിൽ ഒഴിച്ച് വന്നാൽ ഫിനോൾ ആണ്. മനസ്സിലായി? ബെൻസൈലിക് ആൽക്കഹോൾ ഇതാണ് ആക്ച്വലി വരുന്നത്. ബെൻസൈലിക് ഓർത്ത് നോക്കുക. ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ബെൻസീനും ആൽക്കഹോൾ ഒഴിച്ച്, ബെൻസീൻ ആണെന്ന് ബെൻസീനിന്റെ മുകളിൽ ഒഴിച്ച് അങ്ങനെ ചെയ്തു നോക്കും. തെറ്റാണത്, ഫിനോൾ ആണ്. ബെൻസൈലിക് ആൽക്കഹോൾ ഇതാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതും? ഓർത്ത് നോക്കാം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ? OH അറ്റാച്ച് സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ഉണ്ടോ? ഓർത്ത് നോക്കുക. ഡെഫിനിഷൻ എഴുതണം കേട്ടോ. അപ്പൊ ഈ എക്സാമ്പിൾ എഴുതിയിട്ട് അത് കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി നോക്കുക. ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH directly attached to sp3 single bond carbon atom. sp3 hybridized carbon atom nearby എന്ത് വരും? benzene ring. Nearby benzene ring. Functional group OH directly attached to sp3 hybridized carbon atom and nearby benzene ring. The next aryl alcohol കേട്ടോ. ഇത് കഴിഞ്ഞാൽ aryl alcohol. അപ്പോ functional group directly attached to sp3 hybridized carbon atom and nearby benzene ring. Nearby തന്നെ ആയിരിക്കണം, തൊട്ട് അത് കഴിഞ്ഞിട്ട് ആയിട്ട് കാര്യമില്ല. Then aryl alcohol ഫിനോൾ ആണ് കേട്ടോ. aryl alcohol എന്ന് പറയുമ്പോൾ ഫിനോളിനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OH. aryl alcohol എന്ന് പറഞ്ഞിട്ട് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OH ഫിനോൾ ആണ്.
അരയിൽ ആൽക്കഹോൾ. അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ ഡെഫിനിഷൻ പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു എ ബെൻസീൻ റിംഗ്. കേട്ടോ, ഒന്ന് എഴുതി നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു എ ബെൻസീൻ റിംഗ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു എ ബെൻസീൻ റിംഗ്. ഉണ്ടോ? ഫിനോൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാ ആൾക്കാരും എടുക്കുക. ഫസ്റ്റ് എക്സസൈസ് എക്സാമ്പിൾ ക്വസ്റ്റൻ ഉണ്ട്. ഇയാളെ എടുത്തു വെച്ചു അല്ലെ? ആ ക്വസ്റ്റൻ ഒന്ന് പറഞ്ഞു നോക്കി. ഫസ്റ്റ് എക്സസൈസ് പേജ് നമ്പർ ഇൻ ടെക്സ്റ്റ് പറഞ്ഞു. എക്സാമ്പിൾ അവിടെ കിടക്കണ്ടല്ലോ. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റൻ എത്രയായിരുന്നു? 7.3 പേജ് നമ്പർ പറ. പേജ് നമ്പർ 198. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ എടുക്കുക. ക്വസ്റ്റൻ എന്തായാലും ഇവിടെ എഴുതും കേട്ടോ. ഇതിന്റെ ടോപ്പിക്കിൻ്റെതാണ്. നിങ്ങളോട് ഇൻഡിവിജ്വലി ചോദിക്കുക കേട്ടോ. 198 അല്ലേ? 198 7.3 കേട്ടോ. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റൻ. ഇതുപോലത്തെ ക്വസ്റ്റൻസ് നമ്മൾ മറ്റേതിൽ ചെയ്താന്ന് എന്റെ ഓർമ്മ. കിട്ടുമെന്ന് നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഈ പഠിച്ചത് എങ്ങനെയാണ് അവർ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് വരാം. അല്ല, അത് IUPAC നെയിം ആണ്. സോറി കേട്ടോ. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റൻ കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റൻ ഉണ്ട്. ഒരു മിനിറ്റ്. അതിനു മുമ്പ് ഇൻഡെക്സ് 7.1 കേട്ടോ. പുറത്തൊക്കെ നോമക്ലേച്ചറിലേക്ക് പോയി. അതിനു മുമ്പത്തെ പേജ് നമ്പർ 195. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ടെക്സ്റ്റ് വരുന്നത് 195 കേട്ടോ. 195 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണത്. 195 അതിൽ ആദ്യത്തെ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ എഴുതണം കേട്ടോ. എല്ലാവരും എഴുതണം കേട്ടോ. ഇപ്പൊ ഈ പഠിച്ചേക്കുന്ന ഹെഡിങ്സുകൾ പേരുകൾ ഒന്ന് പറഞ്ഞേ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെന്തായിരുന്നു? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ അല്ലെ? ഓർത്ത് നോക്കുക. ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു. അരൈൽ പറഞ്ഞു. ബെൻസൈലിക്, അരൈൽ അല്ലെ? ഓർത്ത് നോക്കുക. ഞാൻ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ഇതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ വേഗം എടുത്ത് എഴുതുക കേട്ടോ. വേഗം എടുത്ത് എഴുതുക. വേഗം എടുത്ത് എല്ലാവരും എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. കൈ ഓടണം ഉണ്ടോ? ഇവിടെ നിർബന്ധം പിടിക്കുന്നത് എഴുതണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഓർത്ത് നോക്കാം. ഇത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കേട്ടോ. നിങ്ങൾ എഴുതിക്കോ. എന്നിട്ട് തെറ്റി എഴുതും കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? വേഗം എടുത്ത് എഴുതാം. ഇത് ടെറിഷറി ആണെന്ന് തോന്നുന്ന ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യാം. ടെറിഷറി, പ്രൈമറി ഡൗട്ട് ഒന്നുമില്ല അല്ലെ? പ്രൈമറി ആണോ, ടെറിഷറി ആണോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ആരും നോക്കണ്ട. ആക്ച്വലി നമ്മൾ പറ്റിക്കുന്നതാണ്. ഈ OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഇത് അല്ലെ? അപ്പൊ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്യാം. ഇത് കണ്ടോ? ഇത് അനദർ എത്ര കാർബൺ ആറ്റം ജോയിൻ ചെയ്തിട്ടുണ്ട്? 1 ഉണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രൈമറി. ഇനി കണ്ടെത്താൻ വേറൊരു ട്രിക്ക് ഉണ്ട്. എൻട്രൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹൈഡ്രോ കാർബൺ അന്ന് പറഞ്ഞത് എൻട്രൻസ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം? പ്രൈമറിക്കൊക്കെ നോക്കാം. ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. അവർ ചേരുന്നത് ഒന്നല്ലെങ്കിൽ പേര് വെച്ച് തരും, അല്ലെങ്കിൽ വരും. അപ്പൊ എന്ത് വെക്കണം? 2 ഹൈഡ്രജൻ അല്ലെ? 2 ഹൈഡ്രജൻ വന്നാൽ എന്തായിരിക്കും? അത് പ്രൈമറി ആയിരിക്കും. ഉണ്ടോ? ഹൈഡ്രജൻ 2 ആണെങ്കിൽ അത് പ്രൈമറി ആയിരിക്കും. ഹാലജനൊന്നും വേറെ കോമ്പൗണ്ട് ഒന്നും ഹൈഡ്രജൻ വേണം. ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ എന്താണ്? സെക്കൻഡറി വരുന്നത്. പിന്നെ എന്താണ്? ടെറിഷറി. എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നു. ഞാൻ അങ്ങനെയൊന്നും അല്ല തരാം. ഇത് ഇങ്ങനെയൊക്കെ തരും.
ഇങ്ങനെ വരും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? CH3 ത്രൈസ്. ഇത് സ്ട്രക്ചർ വരച്ചിട്ടാണ് നിങ്ങളപ്പോ ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ സൊല്യൂഷൻ എൻട്രൻസ് ബുക്കുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇവിടെയും ചോദിക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇതെന്താ അതിന്റെ മീനിങ്? ഇത് കഴിഞ്ഞ് CH2 എത്ര എണ്ണം ഉണ്ടെന്നാണ്? 3 എണ്ണം. ഇങ്ങനെയാണ് ഇത് വരക്കേണ്ടത്, 3 എണ്ണം വരക്കും. ഇനി ഈ CH ഉണ്ട്, ഈ OH താഴേക്ക് പിടിപ്പിക്കാൻ ഞാൻ കണ്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ CH3. ഇത് കാണുമ്പോ ഇതൊക്കെ കൂടി കണ്ടു കഴിയുമ്പോൾ ആയിക്കോട്ടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ 2-3 OH ഒക്കെ വെക്കും ഞാൻ, എന്നിട്ട് അത് എത്ര സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട് എന്നിട്ട് ഓപ്ഷൻ അതായിരിക്കും കിടക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതുകൊണ്ട് എൻട്രൻസ് എല്ലാ ടൈപ്പിലും വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ ഇത് എടുത്തിട്ട് ഞാൻ ഇതൊക്കെ പഠിപ്പിച്ച് ഭയങ്കര അതിൽ മാസ്റ്റർ ആക്കി കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഇതൊക്കെ മറന്നു പോകും. ആദ്യം സ്ട്രക്ചർ എളുപ്പമുള്ളത് പഠിക്കുക. അങ്ങനെ പഠിച്ചു ഉറപ്പായി എന്ന് ഇയാൾ പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ തിരിച്ചു കളയും. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇട്ട് അയാളുടെ ആ ഒരു സ്റ്റെബിലിറ്റി കളയും. അപ്പൊ പിന്നെ അയാൾക്ക് ഭയങ്കര ടെൻഷൻ ആകും അല്ലെ. ഓർത്ത് നോക്കാം, എനിക്ക് ഇനിയും ഡെവലപ്പ് ചെയ്യണം, ഇനി പഠിക്കണം എന്ന് തോന്നും. ഓർത്ത് നോക്കാം. ഇനി ആദ്യമേ തന്നെ അങ്ങനെ കുറെ ഇതാക്കണ്ടല്ലോ നേരം. ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇത് കണ്ടോ, H മാത്രം നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി ആൾക്കാരൊന്നും കാണരുത്. OH അറ്റാച്ച് ചെയ്യുന്ന കാർബണാറ്റ് ഇതാണ്. ഇതിന് എത്ര H ഉണ്ട്? ഒരു H വന്ന എന്താണത്? സെക്കൻഡറി. H ഒന്നുമില്ലെങ്കിൽ ടെറിഷറി. ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ റൂളായിട്ട് പറയാൻ പാടില്ല, പക്ഷെ നമുക്ക് ഓർത്ത് നോക്കുമ്പോൾ ഉള്ള ട്രിക്ക് അതാണ്. അങ്ങനെ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചേക്കണം. ഇതുപോലെ സ്ട്രക്ചർ ഇട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. CH2 ഡബിൾ ബോണ്ട് CH ഇതേതായിരിക്കും? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ആണോ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പ്രൈമറി അല്ലെ. ആദ്യം എന്ത് പറയണം? പ്രൈമറി. എന്തുകൊണ്ടാ പ്രൈമറി? OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം, അനദർ 1 കാർബൺ ആറ്റം, അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അങ്ങനെ നോക്കാം അല്ലെ. അങ്ങനെ നോക്കി കഴിയുമ്പോൾ അത് പ്രൈമറി ആണെന്ന് മനസ്സിലാക്കി. ഇനി അലൈലിക്, വിനൈലിക്, ബെൻസൈലിക് അല്ലെ. ബെൻസീൻ ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടി വന്നില്ല. ഇനി ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് sp3 ആണ്. തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? ഡബിൾ ബോണ്ട്. അപ്പൊ എന്തായിരിക്കും? അലൈലിക് കേട്ടോ. അപ്പൊ പ്രൈമറി ആൽക്കഹോൾ കോമ അലൈലിക് ആൽക്കഹോൾ, അതാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. പ്രൈമറി ആൽക്കഹോൾ കോമ അലൈലിക് ആൽക്കഹോൾ രണ്ടും എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ അടുത്ത് ഡയറക്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഇടുന്നില്ല. പ്രൈമറി തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്കാണ് പോണേ കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത പ്രൈമറി തന്നെയാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ഇത് പ്രൈമറി ആണ്, എത്ര പേര്? സെക്കൻഡറി ആണ്, എത്ര പേര് പറയും? 2 പേര് കിട്ടണുള്ളൂ. ഇവരൊക്കെ ഓക്കെ ആണ്. ഓക്കെ. സെക്കൻഡറി ആണോ? ഉറപ്പല്ലേ? കൈ ഉയർത്തിയില്ല. സെക്കൻഡറി ആണോ? ഡൗട്ട് ഉണ്ടോ? OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഏതാ? ഇതല്ലേ. ഇത് എത്ര നിയർ ബൈ കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ ഒരെണ്ണം അല്ലെ. ഇവിടെ ഒരു ബെൻസീൻ റിംഗ് അല്ലേ, അതാണ് മൈൻഡിൽ വരുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. അങ്ങനെ പറയണോ കേട്ടോ, ഓർത്ത് നോക്കാം. ബെൻസീൻ റിംഗില് കാർബൺ ഉണ്ട്. ഈ ഓരോ ജംഗ്ഷനിലും ഉണ്ടോ? C6H6 അല്ലേ ബെൻസീൻ റിംഗ് ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഈ ഒരു കാർബൺ ആറ്റമായിട്ടും ഈ ഒരു കാർബൺ ആറ്റമായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര എണ്ണമായി? 2 എണ്ണം. അപ്പൊ എന്ത് വരും? അത് സെക്കൻഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ H വെച്ച് പിടിച്ചേക്കണം. ഇൻ കേസ് അതും ഡൗട്ട് വന്നാൽ ഒരു H ഉള്ളൂ, എങ്കിൽ ഉറപ്പായിട്ട് സെക്കൻഡറി വരും. അങ്ങനെ നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഡൗട്ട് വരെ ഓർത്ത് നോക്കാം. ആ ഡൗട്ട് മനസ്സിലായില്ലേ? ചോദിക്കണോ? ഡൗട്ട് ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ഓർത്ത് നോക്കാം. ഇനി അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. അതിലേത് വരും? ഇത് അരൈലാണോ ബെൻസൈലിക് ആണോ? എന്തുകൊണ്ടാണ് ബെൻസൈലിക് അല്ലെ? ബെൻസീൻ റിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അതിന്റെ തൊട്ടടുത്ത് തന്നെ ബെൻസീൻ റിംഗ് ഉണ്ട് കേട്ടോ. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഈ സൈഡിലോ എവിടെയെങ്കിലും മതി, തൊട്ടടുത്ത് ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പൊ ആൻസർ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ കോമ രണ്ടും ഉണ്ട്. സെക്കൻഡറി ആൽക്കഹോൾ കോമ പിന്നെന്ത് എഴുതും? ബെൻസൈലിക് ആൽക്കഹോൾ കേട്ടോ. ആൻസർ എഴുതുമ്പോ സെക്കൻഡറി ആൽക്കഹോൾ കോമ ബെൻസൈലിക് ആൽക്കഹോൾ. ഓക്കെ. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്താന്നാണ് എന്റെ ഓർമ്മ, ശരിയല്ലേ? ഇത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. എന്തായിരിക്കും? സെക്കൻഡറി ആണോ? എങ്ങനെയാ സെക്കൻഡറി ഏതാ? 2 കാർബൺ ആറ്റം അല്ലെ. ഇനി അലൈലിക്, വിനൈലിക്, ബെൻസൈലിക് അരൈൽ ഇതിലേതായിരിക്കും? ഇതില് അലൈലിക്, വിനൈലിക്, ബെൻസൈലിക് അരൈലാണോ? അല്ലെ ബെൻസിനിക് ഉണ്ടല്ലോ അല്ലെ, ആണോ? നിയർ ബൈ അല്ല, കണ്ടോ? ഓർത്തോക്ക, അവര് പറ്റിക്കാൻ തരും. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം നിയർ ബൈ, കണ്ടോ? ഓർത്തോക്ക അല്ലെ. നിയർ ബൈ എന്താണ്? ബെൻസിനിക് ഇല്ല, അപ്പൊ അതൊന്നുമല്ല കേട്ടോ. അപ്പൊ ഒറ്റ ആൻസർ ഉള്ളൂ, സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ. അപ്പൊ ബെൻസീൻ ഉണ്ടെങ്കിലും കാര്യമില്ല, തൊട്ടടുത്ത് വേണം അല്ലെ, ഓർത്തോക്ക. അപ്പൊ സെക്കൻഡറി ആൽക്കഹോൾ അത് മാത്രം എഴുതിയാൽ മതി അവിടെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അവിടെ. സിക്സ്ത് ക്വസ്റ്റ്യൻ അല്ലേ. എടുത്തെഴുതണം കേട്ടോ എല്ലാവരും, ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ബെൻസൈലിക്, വിനൈലിക്, പ്രൈമറി, ടെർഷറി അതേതായിരിക്കും? ടെർഷറി ആൽക്കഹോൾ ആണ്. പിന്നെന്തായിരിക്കും? വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ടെർഷറി ആണ്, അലൈലിക്കും ആണ്. എന്തുകൊണ്ടാണ് അലൈലിക് ആയത്? അലൈലിക് ആയത് എന്തുകൊണ്ടാ? ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം നിയർ ബൈ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. നിയർ ബൈ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ആൻസർ എഴുതി വെക്കാം, ടെർഷറി ആൽക്കഹോൾ കോമ എന്തായിരിക്കും? അലൈലിക്. ടെർഷറി ആൽക്കഹോൾ കോമ അലൈലിക്. ഓക്കെ, അപ്പോ എന്ത് കഴിഞ്ഞു? ക്ലാസിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. എത്ര ഹെഡിങ് ഉണ്ടെന്ന് പറഞ്ഞു? 3 ഹെഡിങ്സ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഫ്രം ആൽക്കീൻ, പിന്നെന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, ഗ്രിഗനാൽ റിയേജൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ആദ്യം പറയുന്നത് ഫ്രം ആൽക്കീൻ ആണ്. ഹെഡിങ് എഴുതി നോക്കാം, ഫ്രം ആൽക്കീൻ. ഫ്രം ആൽക്കീൻ. ഫ്രം ആൽക്കീൻ. അതില് ഫസ്റ്റ് സബ് ഹെഡിങ് ഉണ്ട്, അതിനകത്ത് 2 സബ് ഹെഡിങ് ഉണ്ട്. ആദ്യത്തെ സബ് ഹെഡിങ് എഴുതി വെക്കാം, അസിഡിക് ഹൈഡ്രോളിസിസ്. സബ് ഹെഡിങ് 1, അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ. അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ. അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ. അപ്പൊ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് ആദ്യം എഴുതുന്നത്. പ്രൊപ്പീൻ ആണ് കേട്ടോ, 2 എണ്ണം എഴുതാം. പ്രൊപ്പീന്റെ ആണ് ആദ്യം എഴുതുന്നത്. ഈ പ്രൊപ്പീനിലേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O. ഇവിടെ ഒരു ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഇനി ഇതിന് പകരം ഒരു H+ കൊടുത്താലും മതി. ഒരു H+ എന്ന് പറഞ്ഞാൽ ആസിഡ്, എനി അസിഡിക് മീഡിയ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ H2O എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? H+ ആൻഡ് OH- അല്ലെ. H2O എന്തായിരിക്കും? H+ ഉം OH-. അതില് OH- ഇവിടേക്ക് പോകും, H ഇവിടേക്ക് പോകും. അപ്പൊ എന്ത് വരും? CH3 CH CH3 OH കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുന്നത്? പ്രൊപ്പൻ 2ol. പ്രൊപ്പൻ 1ol കിട്ടില്ല, പ്രൊപ്പൻ 2ol കിട്ടും. ഇത് എന്ത് റൂളാണത്? മാർക്കോണിക്കോഫ് റൂൾ. എന്താ മാർക്കോണിക്കോഫ് റൂൾ? നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം അറ്റാച്ച് ടു ദി കാർബൺ ആറ്റം
ആ അല്ലെ, വിച്ച് പൊസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ H+ ഉണ്ട്, OH- ഉണ്ട് അല്ലെ. OH- എന്ന് പറഞ്ഞാൽ OH നെഗറ്റീവ് ആയിട്ടുള്ളത് എവിടേക്ക് പോകും? ഹൈഡ്രജൻ കുറവുള്ള അല്ലെ, കുറവുള്ള സ്ഥലത്തേക്ക്. റൂളൊന്നും ഇവിടെ എഴുതാനൊന്നുമില്ല, പക്ഷെ ഓർത്ത് വെച്ചേക്കണം, അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇതൊന്നും എടുത്ത് എഴുതി വെക്കാം കേട്ടോ. പറ്റില്ല, ഇവിടെ അങ്ങനെ പെറോക്സൈഡ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഓർത്ത് വെക്കാം. കെരാഷ് എഫക്ട് അല്ലെ, അത് ഏതിൽ ഉപയോഗിക്കാം? ഹാലജനിൽ ഉപയോഗിക്കാം. ഇവിടെ പറ്റും, പക്ഷെ അത് പ്രാക്ടിക്കലി നമുക്കത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് കൊണ്ടുപോകില്ല. അപ്പൊ നമുക്ക് ഈ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെരാഷ് എഫക്ട് ഉപയോഗിച്ചിട്ട് ഈ OH ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രൊപ്പൻ 1 പിടിക്കും, പക്ഷെ അതിന് വേറെ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ആ ഹെഡിങ്ങിലുള്ള വേർഡിങ് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ആസിഡ് ഒഴിച്ച് ഹൈഡ്രോളിസിസ് ചെയ്യുക, വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് വെക്കുക, വാട്ടർ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇനി ഇതില് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചേക്കുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2, ഈ ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചേക്കാം. അവിടെ ഇവിടെ നിന്ന് OH ഇതിലേക്ക് വന്നാൽ ഒരു H ഉണ്ട്, അത് ഇതിലേക്ക് വരും. അങ്ങനെയാണ് CH3 ആവണേ കേട്ടോ. നമുക്ക് കൺസെപ്റ്റ് ഒന്നും ഡൗട്ട് വരണം. ഇത് ഇതുപോലെ തന്നെ ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഒക്കെ സെയിം ആണ് അല്ലെ, H ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ വന്നാലും സെയിം ആണ്. ഇത് എടുത്തെഴുതാൻ കാരണം ഇതിന്റെ മെക്കാനിസം നിങ്ങൾക്ക് വരുന്നുണ്ട്. മെക്കാനിസം ഓഫ് ആൽക്കീൻ എന്ന് പറയുന്നത് മെക്കാനിസം നമ്മൾ ഇപ്പൊ എഴുതുന്നില്ല. ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ 3 മെക്കാനിസം ഉണ്ട്. അത് ബോർഡിലോ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് ആദ്യത്തെ മെക്കാനിസം ആൽക്കീൻ ടു ആൽക്കഹോൾ ആണ്. ഇപ്പൊ വരുന്ന ആൽക്കീൻ ടു ആൽക്കഹോൾ. ഇനി രണ്ടാമത്തെ മെക്കാനിസം ഇത് വേറെ സ്ഥലത്ത് വരും, ആൽക്കഹോൾ ടു ആൽക്കീൻ, തിരിച്ച് ഡീഹൈഡ്രേഷൻ എന്ന് പറയും. ഇനി മൂന്നാമത്തെ മെക്കാനിസം ആൽക്കഹോൾ ടു ഈതർ. ഈ 3 ഒരേ സ്റ്റൈലിലാണ്. അതിൽ 3 ഹെഡിങ്സിൽ ആദ്യത്തെ ഹെഡിങ് പ്രോട്ടോണേഷൻ, ലാസ്റ്റത്തെ ഹെഡിങ് ഡീപ്രോട്ടോണേഷൻ, മിഡിൽ മാത്രം ഒരു വേരിയേഷൻ. അപ്പൊ അത് 3 ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് ബ്രെയിനിൽ എളുപ്പമാണ് പഠിക്കാനാവും. ഒരെണ്ണം പഠിച്ചു, അതിന്റെ അതേ ഓപ്പോസിറ്റ് ആണ് മറ്റേത്, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ 3 സ്ഥലത്താണ് കിടക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് 3 ഒറ്റ പേജിലേക്ക് ആക്കി പഠിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുമിച്ചാക്കി മെക്കാനിസം എഴുതി വയ്ക്കും കേട്ടോ. ഓർത്തോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് തുറന്ന ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ വലിയ രീതിയിൽ ആ പേജില് ഫുൾ ആയിട്ട് എന്ത് കിടക്കണ്ടാവും? മെക്കാനിസം കിടക്കണ്ടാവും. നമ്മൾ മെക്കാനിസം ഒരുമിച്ച് എഴുതി വെക്കുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ഫ്രം ആൽക്കീൻ, അതിന്റെ അണ്ടറിൽ എന്താ എഴുതിയേക്കുന്നത്? അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ. ഇനി രണ്ടാമത്തെ സബ് ഹെഡിങ് ആണ് ആൽക്കീനിലെ രണ്ടാമത്തെ സബ് ഹെഡിങ് ഡൈബോറൈൻ. ഡൈബോറൈൻ ഓർമ്മയുണ്ടോ? B2H6 എന്നാണ് അതിന് ഫോർമുല വരുന്നത്. BH3 ട്വൈസ് എന്നൊക്കെ നമ്മൾ എഴുതും കേട്ടോ. ഓർത്ത് വെക്കാം. നമുക്ക് അതിനൊരു ബ്രിഡ്ജ് ബോണ്ട്, അല്ലെങ്കിൽ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുത്ത് കാണാം. ബനാന ബോണ്ട്, ബ്രിഡ്ജ് ബോണ്ട് കേട്ടോ. ഇല്ല. അപ്പോ ആ സെക്ഷൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോ ഹെഡിങ് എഴുതി കേട്ടോ. സബ് ഹെഡിങ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എഴുതി കേട്ടോ. അപ്പോ ആൽക്കീന്റെ അണ്ടറിലെ സബ് ഹെഡിങ് സെക്കൻഡ് ആണ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ അണ്ടർലൈൻ ചെയ്യുക. താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. ഡൈബോറേൻ, ഡൈബോറേൻ പ്രാഗില് BH3 ട്വൈസ്. ഡൈബോറേന്റെ ഫോർമുലയാണ് BH3 ട്വൈസ്. ഡൈബോറേൻ BH3 ട്വൈസ്. DIBORANE കേട്ടോ. ഡൈബോറേൻ BH3 ട്വൈസ് റിയാക്ട് വിത്ത് ആൽക്കീൻ. ഡൈബോറേൻ റിയാക്ട് വിത്ത് ആൽക്കീൻ, റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ഗീവ് ENE കേട്ടോ. റിയാക്ട് വിത്ത് ആൽക്കീൻ കേട്ടോ. ENE ആണ് കേട്ടോ. ഡബിൾ വൺ. റിയാക്ട് വിത്ത് ആൽക്കീൻ ENE ടു ഗീവ് ട്രൈ ആൽക്കൈൽ ബോറേൻ. ട്രൈ ആൽക്കൈൽ ബോറേൻ, ട്രൈ ആൽക്കെയിൻ ബോറേൻ as addition product. As addition product. Addition product. Full stop. This is oxidized to. This is oxidized to alcohol by hydrogen peroxide.
by hydrogen peroxide in the presence of aqueous sodium hydroxide. In the presence of aqueous sodium hydroxide. In the presence of aqueous sodium hydroxide. ഇതാണ്. അപ്പൊ ഡൈബോറൈൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കില് ബാക്കില് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്റർ ഉണ്ട്. ഈ 4 ചാപ്റ്ററിൽ പ്രിപ്പറേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇതില് ഡൈബോറൈൻ ഓക്സിഡേഷൻ ഇലിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണ്. ബാക്കിയുള്ളതിലെല്ലാം കൺവേർഷൻ സ്റ്റൈലിലെ ചോദിക്കുള്ളൂ വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് ഇലിസ്ട്രേറ്റ് ചെയ്ത് ചോദിക്കാൻ പറയും. അപ്പൊ 2 രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന രീതി. രണ്ടാമത് അതിന് ഷോർട്ടായിട്ട് ഓർത്തിരിക്കുന്ന രീതി. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇക്വേഷൻസിലേക്ക് പോകാം. CH3 CH ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ അല്ലെ. ആൽക്കീൻ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുന്നേ. BH3 twice. BH3 twice. BH3 twice. ഇതാണ് ഡൈബോറൈൻ. ഉണ്ടോ? BH3 twice. ഈ BH3 എത്ര എണ്ണം ഉണ്ട്? BH3 2 ഉണ്ട് അല്ലെ. ശരിക്കും ഇത് B2H6 ആണ്. അപ്പൊ BH3 2 ഉണ്ട്. അതിൽ ഒരു BH3 ആണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു BH3 വന്നിട്ടാണ് ഈ മുഴുവൻ റിയാക്ഷൻസ് വരുന്നത്. ഈ ബോറോണിന് ഇപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. കേട്ടോ, അത് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ BH3 എന്ന ഒരു എച്ച് ഇവിടെ 2 സ്ഥലമുണ്ട്. അതിൽ ഒരു എച്ച് ഇതിലേക്ക് പോകും. അപ്പൊ ഇതെന്താവും? CH2. ശരിയല്ലേ? ഓർത്ത് വെക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മനസ്സിലാവാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് BH3 ഇങ്ങനെ റെഡിൽ കൊടുത്തേക്കുന്നു. ഈ എച്ചിന്റെ മൂവ്മെന്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ നോക്കാം. CH3 CH സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ CH2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു ഞാൻ. ഇത് അല്ലേ തുടങ്ങണുള്ളൂ, പേടിക്കണ്ട, വിഷമിക്കണ്ട. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇനി ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബാലൻസ് ചെയ്യല്ലേ. അപ്പൊ ഈ BH3 ഒരു എച്ച് ഇതിലേക്ക് വരും. ഒരു എച്ച് ഇവിടേക്ക് വരും. ബാക്കി എത്രയുണ്ട്? BH3 മാത്രം ഒരു BH3 കാര്യമാണ് പറയുന്നത്. BH2 അത് ഇവിടെ വരും. BH2 ഓക്കെ ആണോ? അപ്പൊ ഈ കോമ്പൗണ്ട് എങ്ങനെ വായിക്കാം? CH3 CH2 CH2 BH2 ശരിയല്ലേ? ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കാം. അപ്പോ ഇവിടെ നിന്ന് അടുത്ത ഇങ്ങനെ വരും. അപ്പോ ഇത് നിങ്ങൾ ഓർത്ത് നോക്കുക. ഇതൊരു പ്രൊപ്പീൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ പ്രൊപ്പീൻ ഇരിക്കുകയാണ്. ഈ പ്രൊപ്പീനിലേക്കാണ് ഞാൻ BH3 ടോയ്സ് ഇട്ടേക്കുന്നത്. അപ്പൊ ഒരു പ്രൊപ്പീൻ ആയിരിക്കുമല്ലോ, കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, കുറെ ആൾക്കാരുണ്ടാവും. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർത്ത് നോക്കുക. ഇയാളാണ് നമ്മുടെ BH3 ടോയ്സ് എന്ന് കരുതാം. ഒരു BH3 ആണ് നമ്മുടെ ക്രിസ് എന്ന് വിചാരിക്കാം. ക്രിസിന്റെ കയ്യില് കുറച്ച് 3 മിഠായി ഉണ്ടെന്ന് കരുതാം. കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ കുഞ്ഞു വാവകളാണെന്ന് കരുതാം. ഓർത്ത് നോക്കാം. എന്ത് ചെയ്യും അല്ലെ? ക്രിസ് ഈ വാവയ്ക്ക് ഒരു മിഠായി കൊടുത്താൽ എന്ത് ചെയ്യും? അടുത്ത ആൾക്കാര് അല്ലെ നോർമലായിട്ട് ഈ ആൾക്കാരല്ലേ കരഞ്ഞിട്ട് വീണ്ടും വരും അല്ലെ. ക്രിസ് എന്ത് ചെയ്യും? അടുത്തത് കൊടുക്കും. എത്ര പേര് വരും? ക്രിസിന്റെ കയ്യിൽ 3 മിഠായി ഉണ്ട് അല്ലെ. എല്ലാവരും വന്നാൽ ക്രിസിന് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? 3 പേർ. അപ്പൊ അതുപോലെ ഈ BH3 അടുത്തേക്ക് ഇയാൾ ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഹൈഡ്രജന് കിട്ടാം. മിഠായി അല്ല, ഹൈഡ്രജൻ അല്ലെ. പുറത്തു നോക്കാം. ഹൈഡ്രജന് വേണ്ടിയിട്ടാണ് ചെല്ലണേ. കേട്ടോ, അപ്പൊ പർപ്പസ് ഓർത്ത് നോക്കണം. അപ്പൊ ഈ റെഡ് ഇട്ടേക്കണത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ BHന്റെ അടുത്ത് ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ എത്ര പേര് ഇനി വരും? 2 ആൾക്കാർ കൂടി വരും. കണ്ടോ? അപ്പൊ ഒരാൾക്ക് ഈ മിഠായി അല്ല ഹൈഡ്രജൻ കൊടുത്തപ്പോ അടുത്ത ആളെത്തും CH3 CH ഇവിടെ 2 ആയിക്കോട്ടെ. ഈ H ഇതിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് വരും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഇവിടെ കൊടുത്തത് അതുപോലെ തന്നെ ഇതിലേക്കും കൊടുക്കും. കേട്ടോ, ഓക്കെ. അപ്പൊ നോക്കാം. CH3 CH2
CH2 BH2 ഇങ്ങനെ നിൽക്കായിരുന്നു ആക്ച്വലി. ഇവിടെ നോക്ക് കേട്ടോ, BH2 ഇതിങ്ങനെ നിൽക്കായിരുന്നു. ഇതാണ് ക്രിസ്, നമ്മുടെ ക്രിസ് ഇങ്ങനെ നിൽക്കുകയാണ് BH2 ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും, ഇയാള് വരും അല്ലെ. ഇയാള് വന്ന ഇവിടെ എന്ത് ചെയ്യും, ആരുടെ ചെല്ലണേ അല്ലെ, ഇവിടെ എല്ലാവരും ചെല്ലണേ ക്രിസിന്റെ അടുത്ത്. എന്തുകൊണ്ടാ അല്ലെ, ഹൈഡ്രജന്റെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും, ഇതിന്ന് ഒരു വെച്ച് പോവും. എന്നിട്ട് എന്ത് വരും, ഇവിടെ നോക്കിയേ CH ഇതാണ് കേട്ടോ, CH2 സിംഗിൾ ബോണ്ട് CH3. ഈ H ആർക്കാ കൊടുത്തത് പ്ലസ് ഈ മിഡിലുള്ള ഇവിടെ CH2 ആയില്ലേ, ഈ H കൂടി ചേർന്നപ്പോ CH2. ഇത് ഷോർട്ട് ആയിട്ട് എഴുതുമ്പോ എങ്ങനെ എഴുതും, ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതും, CH3 CH2 CH2 twice BH ഇങ്ങനെ എഴുതിയാലും മതി, ഇങ്ങനെ എഴുതിയാലും മതി. മനസ്സിലായോ, പുറത്തു നോക്കാം. മനസ്സിലായോ, ഈ ബിയുടെ അടുത്ത് ഇയാള് വന്നു, അതുകൊണ്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. ഐഡിയ മനസ്സിലായോ, പുറത്തു നോക്കാം. അപ്പൊ ഇത് ഷോർട്ടായിട്ട് എഴുതുമ്പോ ഇതാണ്. ഇനിയും ആര് വരും അല്ലെ, ക്രിസിന്റെ അടുത്ത് ഇനി എത്ര മിഠായിണ്ട്, ഏതാ പ്രൊപ്പീൻ കുറെ ഉണ്ട് ഈ ക്ലാസ്സിൽ. കുറെ കുഞ്ഞുങ്ങളില്ലേ, നിങ്ങളല്ലേ അല്ലെ, കുറെ ആൾക്കാരില്ലേ, പുറത്തു നോക്കാം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ ക്രിസിന്, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും, 3. എന്തുകൊണ്ടാ 3 ഹൈഡ്രജൻ. അങ്ങനെ ആലോചിക്കണം, അല്ലെങ്കിൽ ഡൗട്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ആലോചിക്കുന്നേ ഈ BH3 എന്തുകൊണ്ട് ഈ ഹൈഡ്രജനൊക്കെ ഇയാൾക്കൊക്കെ കൂടി കൊടുത്തു, അങ്ങനെയൊക്കെ ഡൗട്ട് വരും. ഒരാൾക്ക് കൊടുക്കില്ല ക്രിസ് എപ്പോഴും ഒരാൾക്ക് മിഠായി. അപ്പൊ നിങ്ങളെ കുട്ടികളാണ്, എല്ലാവർക്കും കിട്ടില്ല, 3 പേര് ആദ്യം ചെല്ലുന്ന ആൾക്കാർക്ക് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇത് തന്നെ വരില്ലേ, വീണ്ടും അതുപോലെ തന്നെ വരും. CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ ഈ H മാറിയിട്ട് അല്ലെ, ഇവിടുത്തെ ഈ ഒരു H കൂടി ഇല്ലേ, അവിടെ മാറിയിട്ട് ഇതുപോലെ തന്നെ ഒരു ലിങ്ക് അവിടെയും വരും. അങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെയും ഇതുപോലെ തന്നെ വരില്ലേ, ഈ H പോവും അല്ലെ, ഈ H എവിടേക്ക് വരും, ഇവിടെ വരും, ശരിയല്ലേ, CH2 ആവില്ലേ. അപ്പൊ എങ്ങനെ വരും, CH3 CH2 CH2 thrice B കേട്ടോ, thrice B. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്ന് പിന്നെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വരച്ചത്. ഇത് എഴുതി വെച്ചാൽ മതി, ഇത് എഴുതി വെച്ചാൽ മതി, വന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ BH2 ആണ്, ഇവിടുത്തെ ഓരോ H മാറിയിട്ട് ആര് വരും, ഇത് കണ്ടോ, ഈ പ്രൊപ്പീനിൽ H പോയിട്ട് വരും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ട്വൈസ്. ഇവിടെ എന്ത് കിട്ടും, ത്രൈസ്. ഇനി ഇവിടെ നിന്നാണ് ലാസ്റ്റത്തെ വേർഡ് ഒന്ന് വായിച്ചേ, ലാസ്റ്റത്തെ വേർഡ് നിങ്ങൾ എഴുതിയേക്കുന്നത്. എന്നിട്ടേ ഞാൻ ഇടുള്ളൂ. എന്തൊക്കെ ഇടും ലാസ്റ്റ്, ഇതിന്റെ പേരെന്തായിരുന്നു, ഇത് വായിച്ചേ, ട്രൈ ആൽക്കൈൽ ബ്രോമോ. ഉണ്ടോ, എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ട്രൈ ആൽക്കൈൽ ഉണ്ടോ, ബോറീൻ കിട്ടി. അതിലേക്ക് എന്ത് ഇടണം, ഹൈഡ്രജൻ പെറോക്സൈഡ്. ആരാണത്, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ. പിന്നെ എന്തൊരു OH മൈനസ് ഉണ്ടോ, അതൊക്കെ കൂടി കൊടുക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. വാട്ടർ കൊടുക്കാം, അക്വസ് ഉണ്ടോ, ഓർത്ത് വെക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ, 3 CH3 CH2 CH2 OH ഉണ്ടോ. ഇനി ബിക്കും കുറെ OH കൊടുക്കും, അപ്പൊ BH OH ത്രൈസ് ഉണ്ടോ, ഓർത്ത് നോക്കാം. കുറെ OH ഉണ്ട് ഇവിടെ ഉണ്ടോ. ഇതിവിടെ നിങ്ങൾ കട്ട് ചെയ്യും, എന്നിട്ട് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ OH തരാം, നിങ്ങൾ രണ്ടുപേരും മിണ്ടണ്ടെന്ന് പറയും. മനസ്സിലായി, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റും അല്ലെ, ക്രിസിന്റെ അടുത്ത് ഇങ്ങനെ മിഠായി ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മിഠായിക്ക് പകരം വലിയ കാഡ്ബറീസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുകയാണ് ഉണ്ടോ. ഇഷ്ടം പോലെ അയാൾക്കും കൊടുത്തു ഇയാൾക്കും കൊടുത്തു ഉണ്ടോ, അങ്ങനെ മാറ്റുകയാണ്. ഓർത്ത് വെക്കാം, പർപ്പസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ എന്താ ചെയ്തെന്നോ ഒന്ന് നോക്കിയേ, BH3 ടോയ്സ്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോ ആൽക്കിൻ BH3 ടോയ്സ് പിന്നെ ടോയ്സ് അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ. ആ 3 ഹൈഡ്രജനെ ഓരോ ഹൈഡ്രജനെ മാറ്റുമ്പോൾ ആരെ കയറ്റണം, ഈ സാധനം അല്ലെ, ഓർത്ത് നോക്കാം, പ്രോ ഉണ്ടോ. അങ്ങനെ വരുമ്പോഴാണ് ട്രൈ ആൽക്കൈൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതില് ഒരു BH3 ഇത്ര ഉണ്ടാവണം, അപ്പൊ 2 BH3 എത്ര വരും, ഇതൊരു BH3 അല്ലേ, 2 BH3 6. അതാണ് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് വരിക, അത്രേ ഉള്ളൂ. മനസ്സിലായി. അപ്പൊ ഇത് പഠിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോ എൻട്രൻസിന് അവന്മാരും ഒന്ന് കയറ്റി പിടിക്കും, എന്താണ് 1 ബോറൈനിന്ന് എത്ര ആൽക്കഹോൾ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഇത് എഴുതും, ആണോ അല്ല, 2 എണ്ണം ഉണ്ട്, അത് 6 ആവും, അത്രയൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പൊ അതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നോക്കി പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ ഷോർട്ടും എഴുതി വെക്കണം. ഷോർട്ട് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ BH3 ഉണ്ടല്ലോ, അതിന് ഇക്വലന്റ് ആയിട്ട് ഇവിടേക്ക് നേരിട്ട് പിടിക്കാം. ഞാൻ പറയാറുണ്ട് എത്ര H ഉണ്ട്, ആ H മാറ്റിയിട്ട് ഈ കോമ്പൗണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കിട്ടും. ഉണ്ടോ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി.
ഉണ്ടോ ഈ 3 ഇന്റർ സ്റ്റെപ്പിൽ കേട്ടോ, ഓരോ സ്റ്റെപ്പിലും എച്ച് പോയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ. വേഗം വരച്ചു വെച്ചു. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, സമയമല്ലേ. BH3 എച്ച് പോകുന്നത് മിഡിലെ കാർബണിലേക്കാണ് കേട്ടോ. ഇതാണ് ലോജിക്ക് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓർത്ത് വെക്കാം, മിഡിലെ കാർബണിലേക്ക് പോകും, ഓരോന്ന് വരും. ഇനി ഇതെങ്ങനെ പഠിക്കും? ഇതിങ്ങനെ എഴുതി വരുമ്പോൾ CH2 അങ്ങനെ അങ്ങനെ കാണിച്ചൊക്കെ വരുമ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം, പ്രൊപ്പീൻ ട്രീറ്റഡ് വിത്ത് BH3 ട്വൈസ്. എന്നിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് BH3ക്ക് എത്ര എച്ച് ഉണ്ടെന്ന് മനസ്സിൽ കൊണ്ടുവരും. 3H ഉണ്ട്, ഓരോ എച്ച് കുറച്ച് പഠിക്കാം. അപ്പൊ എങ്ങനെ പഠിക്കും? CH3 CH2 എന്താണ് BH2 ഉണ്ടോ, കൊണ്ടുവരുന്നുണ്ട്. എച്ച് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു കോമ്പൗണ്ട് കൊണ്ടുവന്നു കേട്ടോ. ഇത് പഠിക്കുമ്പോൾ നോക്കിയോ, CH3 CH2 BH2. അടുത്തത് നോക്കുക, വീണ്ടും ആ കോമ്പൗണ്ട് ഇടും. അപ്പൊ CH3 CH2 ട്വൈസ് BH. അടുത്തത് നോക്കിയേ, CH3 CH2 ത്രൈസ് B. നെക്സ്റ്റ് എത്ര മോളിക്യൂൾ ഉണ്ടോ അതനുസരിച്ച് ആൽക്കഹോൾ വരും. അപ്പൊ എന്ത് വരും അല്ലെ? CH3 CH2 OH ആൻഡ് BOH ത്രൈസ്. ഇത് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ വരക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് ഡൈബോറേൻ. പേരെഴുതി വെച്ചാൽ അല്ലെങ്കിൽ പിന്നീട് കിട്ടില്ല കേട്ടോ. ഡൈബോറേൻ, ഇത് ആൽക്കി, പ്രൊപ്പീൻ. ഏത് ആൽക്കിനും ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെ, ഓർത്ത് നോക്കാം. ഇനി ഇവിടെ കിട്ടുന്ന പ്രൈമറി ആൽക്കഹോളാണ് കണ്ടോ, നേരിട്ട് പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നുണ്ടോ, ഓർത്ത് നോക്കാം. ചോദിച്ചു ഡബിൾ ആവും കേട്ടോ. അപ്പൊ ഇവര് ചിലപ്പോ 3 എന്നൊക്കെ ഇട്ടിട്ട് എക്സസ് ആണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവിടെ മാത്രമാണ് വേരിയേഷൻ വരുന്നത്, മനസ്സിലായി? അപ്പൊ 3 വന്നാൽ എത്ര വരും? 3 അല്ല 3. ഇവിടെ ഞാൻ 3 ഇടും. ഒരു BH3 6, അപ്പൊ 3 BH3 18 അങ്ങനെ കയറി വരും. ഐഡിയ മനസ്സിലായി? ഒരു BH3 ട്വൈസ് അല്ലേ, ഇവിടെ ഞാൻ 3 ഇടും. BH3 ട്വൈസ്. ഐഡിയ മനസ്സിലായി? 6 × 3 18 കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം, പഠിച്ചതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ആരാണ് പറയുന്നത്? കണ്ടോ, അച്ഛൻ പറയാന്ന് പറഞ്ഞു കേട്ടോ. ഈ ചാപ്റ്ററിലെ ഹെഡിങ്സ്, മെയിൻ ഹെഡിങ്സ് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യും. ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷനിൽ ഏതൊക്കെയുണ്ട്? 3 എണ്ണം. ഫ്രം ഗ്രിഗനാൾ റിയേജന്റ്. പിന്നെ അടുത്ത എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടി. മതി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് കേട്ടോ. മൺഡേ ആണ്, മൺഡേ ഇനി അടുത്ത മൺഡേ കേട്ടോ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. Thank you, sir.